ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ദൃശ്യ ചാനൽ അവതരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ പോരാട്ടം 2025 മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം നഗരസഭയിലാണ്. തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ വളരെ വീറും വാശിയോടും കൂടി രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷനെ നേരിടുന്നു. കൂത്താട്ടുകുളത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 4.5 വർഷക്കാലം LDF മുന്നണിയാണ് ഭരണം നടത്തിയത്. എന്നാൽ വളരെ വിചിത്രമായി തന്നെ LDFിൽ നിന്നും മത്സരിച്ച് ജയിച്ച ആളുടെ കൂറുമാറ്റത്തിൽ UDF ഭരണത്തിലെത്തിയിരിക്കുകയാണ്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കൂത്താട്ടുകുളം നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപരി മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ കടന്നു വരുവാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രേക്ഷകർക്കായി ഞാനൊന്ന് പരിചയപ്പെടുത്താം. കൂത്താട്ടുകുളം നഗരസഭയുടെ അംഗവും LDFിൻ്റെ പ്രതിനിധിയുമായ സണ്ണി കുര്യാക്കോസ്, സ്വാഗതം. UDFിൻ്റെ പ്രതിനിധിയും നഗരസഭാ കൗൺസിലറുമായ പ്രിൻസ് പോൾ ജോൺ, സ്വാഗതം. LDFിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബിജോ പൗലോസ്, സ്വാഗതം. UDFിനെ പ്രതിനിധീകരിച്ച് റജി ജോൺ, സ്വാഗതം. NDA പ്രതിനിധീകരിച്ച് റോയി എബ്രഹാം, സ്വാഗതം. കൂടാതെ കൂത്താട്ടുകുളം നഗരസഭയിലെ കൗൺസിലർമാരും ദൃശ്യയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും വോട്ടർമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സാധാരണ ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാറുള്ളത് നഗരസഭാ ചെയർപേഴ്സണും പ്രതിപക്ഷ പ്രതിനിധിയുമാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ഞങ്ങൾ നിർത്താനുള്ളത്. എന്നാൽ വളരെ വ്യത്യസ്തമായാണ് കൂത്താട്ടുകുളത്തെ സ്ഥിതി. 4.5 വർഷക്കാലം LDF മുന്നണിയാണ് ഭരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വികസന നേട്ടങ്ങളെക്കുറിച്ച് പറയാനുള്ളത് LDFിനായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഡയസ് ഞങ്ങൾ ഇങ്ങനൊന്ന് തിരിച്ച് ഇടാനുണ്ടായ കാരണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി തന്നെ കഴിഞ്ഞ 5 വർഷമെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ, 4.5 വർഷക്കാലം നടത്തിയ കൂത്താട്ടുകുളം നഗരസഭയിലെ പ്രധാന വികസന നേട്ടങ്ങളൊന്ന് ചുരുക്കി പ്രതിപാദിക്കാമോ? എല്ലാവർക്കും നമസ്കാരം. കൂത്താട്ടുകുളം നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2020 ഡിസംബർ മാസം അധികാരത്തിലെത്തുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കേരളവും ഇന്ത്യയും ലോകവും കോവിഡിൻ്റെ മഹാമാരിയിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിലും ആ കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തിയ നഗരസഭ ഗവൺമെൻറ്റിൻ്റെ അഭിനന്ദനം അർപ്പിച്ച നഗരസഭയാണ് കൂത്താട്ടുകുളം നഗരസഭ. എങ്കിലും വികസന പ്രവർത്തനങ്ങളിൽ അതിവേഗം മുന്നോട്ട് പോകുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഘട്ടത്തിൽ ജനങ്ങൾക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ നൽകിയിട്ടുള്ള ആ വാഗ്ദാനങ്ങൾ അക്ഷരം പ്രതി നടപ്പാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി കൂത്താട്ടുകുളം നഗരസഭയ്ക്കുള്ളിൽ വീടില്ലാത്തവരായി ഒരാൾ പോലും അവശേഷിക്കരുത് എന്ന ആ പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി കൂത്താട്ടുകുളം നഗരസഭയ്ക്കുള്ളിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഒരാൾ പോലും വീടില്ലാത്തവരായി ഉണ്ടാകാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക എന്ന സംവിധാനം ഈ ഭരണസമിതിയുടെ കാലത്ത് നമുക്ക് നടപ്പാക്കാനായിട്ടുണ്ട്. ഗവൺമെൻറ് ആശുപത്രി, രണ്ടാമത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ന് പ്രൈവറ്റ് മേഖലയിൽ നമുക്ക് ആശുപത്രിയിൽ പോകാൻ കഴിയുന്ന വലിയ സാമ്പത്തിക ചെലവുള്ള കാര്യമാണ്. കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രി ഫാമിലി ഹെൽത്ത് സെൻറ്റർ മാത്രമാണ്. ആ ഫാമിലി ഹെൽത്ത് സെൻ്റർ ആയിട്ടുള്ള കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടുള്ള 24 മണിക്കൂർ നേരം ഡോക്ടറുടെ സേവനം ലഭ്യമാക്കും, ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുമെന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൻ്റെ ഭാഗമായി കൂത്താട്ടുകുളം നഗരസഭയിൽ 24 മണിക്കൂർ നേരം ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി, ഫാർമസി സംവിധാനം ഉണ്ടാക്കി, ലാബ് സംവിധാനം ഉണ്ടാക്കി, എക്സ്റേ സംവിധാനം ഉണ്ടാക്കി, ജനറേറ്റർ വാങ്ങി, സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തി, കേരളത്തിന് അഭിമാനാർഹമായിട്ടുള്ള കേരളത്തിൽ ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററിലും ഇന്ന് വരെ നടപ്പാക്കാത്ത പ്രവർത്തനങ്ങൾ കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ നടപ്പാക്കുമ്പോൾ
നമ്മുടെ നഗരസഭയിൽ മാത്രമല്ല സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കും ഏറെ പ്രയോജനകരമായ പ്രവർത്തനമാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏകദേശം 4 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ആകെ ചെലവഴിച്ചിട്ടുള്ളത്. 2 വെൽനസ് സെൻറ്റർ, ഒന്ന് നമ്മളുടെ ഓലക്കാടും അതുപോലെ തന്നെ നമ്മളുടെ ചോരക്കുഴി പള്ളിക്ക് സമീപത്തായിട്ട് 2 വെൽനസ് സെൻറ്റർ ആരംഭിച്ചു. 1 മണി മുതൽ 7 മണി വരെ ഡോക്ടറുടെയും നേഴ്സിൻ്റെയും ഫാർമസിസ്റ്റിൻ്റെയും സേവനം ലഭ്യമാക്കുന്ന ആ സംവിധാനം തയ്യാറാക്കി. കേരളത്തിന് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന 24 മണിക്കൂറും അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ കൂത്താട്ടുകുളം നഗരസഭയ്ക്കുള്ളിൽ കിടപ്പ് രോഗികളായിട്ടുള്ള 200 പേർക്ക് ആശ്വാസമേകുന്ന, അവർക്ക് കുളിർമഴ പെയ്യുന്ന ആ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം ഏറ്റവും ഭംഗിയായി കൂത്താട്ടുകുളം നഗരസഭയിൽ നടപ്പാക്കാനായിട്ടുണ്ട്. ബയോമിത്രം കൂത്താട്ടുകുളം നഗരസഭയിൽ 1600-ൽ പരം രോഗികൾക്ക് ആശ്വാസമായി ആ ബയോമിത്രം പരിപാടി കൂത്താട്ടുകുളം നഗരസഭയിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രിക്ക് 1 കോടി രൂപയുടെ ബിൽഡിംഗ് പണി പൂർത്തീകരിച്ച് അവിടെ പേവാർഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മങ്ങൾത്തുകാഴ്ത്ത് ആയുർവേദ ആശുപത്രിയുടെ സബ് സെൻറ്റർ, ആ സബ് സെൻറ്റർ 18 ലക്ഷം രൂപ മുടക്കി സബ് സെൻറ്ററുകൾ പൂർത്തീകരിക്കാൻ നമുക്കായിട്ടുണ്ട്. വീടുകളുടെ മെയിൻ്റനൻസ്, വീടുകൾ ഉണ്ടെങ്കിൽ പോലും ആ വീടുകൾ അപകടാവസ്ഥയിലായിട്ടുള്ള വീടുകളുടെ മെയിൻ്റനൻസ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 1,56 ലക്ഷം രൂപ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. UP സ്കൂളിന് 1 കോടി രൂപയുടെ പുതിയ കെട്ടിടം അവിടെ പണി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളുകളുടെ അടിസ്ഥാന വികസനം ലക്ഷ്യമാക്കുന്നതിന് 64 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. കാലിക്കട്ടിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് 15 ലക്ഷം രൂപ മുടക്കി അവിടെ ടേക്ക് എ ബ്രേക്ക് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. KR നാരായണൻ സെറ്റിൽമെന്റ് കോളനി 1 കോടി രൂപ മുടക്കി ആ സെറ്റിൽമെന്റ് കോളനി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം അവിടെ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. നെൽകൃഷിക്കുള്ള സബ്സിഡി 50% നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. വിവിധ ചിറകളുടെ പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട്. വെങ്കുളം കുളം നവീകരിച്ച് 50 ലക്ഷം രൂപ കൊടുത്ത് ആധുനിക രൂപത്തിൽ വെങ്കുളം കുളം നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. 500 കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമല്ലാത്ത 500 കുടുംബങ്ങൾക്ക് അമൃത് കുടിവെള്ള പദ്ധതി വഴി 500 വാട്ടർ കണക്ഷൻ നമുക്ക് നൽകാനായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഈ നാട്ടിലെ സാധുക്കളായ മനുഷ്യർ, പാവപ്പെട്ടവർക്കായി ഞങ്ങൾ ചെലവഴിച്ചിട്ടുള്ളത്, അവർക്ക് തൊഴിൽ ദിനങ്ങൾ നൽകിയിട്ടുള്ളത് 1,77,639 തൊഴിൽ ദിനങ്ങൾ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഞങ്ങൾ നൽകിയപ്പോൾ 7,39,65,084 രൂപ അവർക്ക് സാലറിയായി ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷീരകർഷകർക്ക് കൊടുക്കുന്ന ആനുകൂല്യം 1,21,80,407 രൂപ അവർക്ക് 100 തൊഴിൽ ദിനം സൗജന്യമായി നൽകുന്നതിൻ്റെ ഭാഗമായി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആകെ തൊഴിൽ ദിനം ഈ പശു വളർത്തുന്നവർക്കായി നൽകിയത് 36,679 തൊഴിൽ ദിനങ്ങളാണ് നൽകിയത്. റോഡുകളുടെ മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ നടപ്പാക്കിയത് 5,67,20,479 രൂപ ആ ഇനത്തിൽ നമ്മൾ നടപ്പാക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി ഈ കൂത്താട്ടുകുളം നഗരസഭയെ തെരഞ്ഞെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞത് നഗരസഭയിൽ ഹരിതകർമ്മസേന രൂപീകരിച്ച് ഹരിതകർമ്മസേനയെ കേരളത്തിന് അഭിമാനമായ രൂപത്തിൽ കൂത്താട്ടുകുളം നഗരസഭയുടെ ഹരിതകർമ്മസേനയെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞതും നഗരസഭയുടെ ഭരണസമിതി നടത്തിയ നേതൃത്വപരമായ ഇടപെടലിന്റെ ഫലമായിട്ടാണ്. ജില്ലയിലെ ആദ്യത്തെ നഗരസഭയായി, മാലിന്യമുക്ത നഗരസഭയായി കൂത്താട്ടുകുളം നഗരസഭയെ പ്രഖ്യാപിച്ചു. ആദ്യത്തെ അതിദാരിദ്ര്യ നഗരസഭയായി കൂത്താട്ടുകുളം നഗരസഭയെ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 3 വർഷവും 100% നികുതി പിരിവ് നടപ്പാക്കിയ നഗരസഭയായി പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭയായി കൂത്താട്ടുകുളം നഗരസഭയെ പ്രഖ്യാപിച്ചു. കേന്ദ്ര ഗവൺമെന്റ് വെളിയിടമുക്ത നഗരസഭയായി തെരഞ്ഞെടുത്ത നഗരസഭയിൽ ഒരു നഗരസഭയാണ് കൂത്താട്ടുകുളം നഗരസഭ. ഏറ്റവും കൂടുതൽ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച നഗരസഭയാണ് കൂത്താട്ടുകുളം നഗരസഭ. ഈ രൂപത്തിലുള്ള ഒട്ടനവധി എണ്ണിയാൽ തീരാത്ത, സമയക്കുറവുണ്ട്, പരിമിതമായ സമയം ഉപയോഗിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവസാനിപ്പിക്കുന്നത്. ശ്രീ പ്രിൻസ് പോൾ ജോൺ, വലിയ വികസന പ്രവർത്തനങ്ങളാണ് 4.5 വർഷക്കാലം കൊണ്ട് അവകാശപ്പെടുന്നത്. കണക്കുകൾ നിരത്തിയാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. എങ്ങനെ തോന്നുന്നു കഴിഞ്ഞ 4.5 വർഷക്കാലവും അതിനുശേഷമുള്ള UDF ഭരണകാലവും? കേരള സംസ്ഥാനത്ത് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ശേഷം ജനകീയാസൂത്രണം ഏറ്റവും ഫലപ്രദമായി നടന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. ആ കേരളത്തിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൻ്റെ
വികസന ഫണ്ടിൻ്റെ 28% നീക്കിവെക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ജനറൽ പർപ്പസ് ഫണ്ടിൻ്റെ 4%, മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ 6.5% ബഡ്ജറ്റിൽ വെക്കുന്നത് ലോക്കൽ ബോഡീസിനാണ്. ഈ ഫണ്ടുകളൊക്കെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭ്യമാകുമ്പോൾ ഈ നാടിൻ്റെ വികസനത്തിന്, ഇദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ, പറഞ്ഞതിൽ പല കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കാം. ഈ നാടിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ദീർഘകാല വീക്ഷണത്തോടു കൂടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി നടപ്പാക്കുക എന്നുള്ളതാണ് ഒരു ഭരണസമിതിയുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കൂത്താട്ടുകുളം എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ്, സെൻട്രൽ കേരളയിൽ. ആ പട്ടണം കഴിഞ്ഞ ഒരു 30-40 വർഷം പരിശോധിച്ചാൽ വികസന രംഗത്ത് എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ, നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ നെഗറ്റീവാണ്. നമുക്ക് ശുഭാപ്തി വിശ്വാസം പകരുന്ന ഒന്നും തന്നെയില്ല. ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റി ആയിട്ടുണ്ടെങ്കിലും ഒരു അർബൻ ഏരിയ എന്ന് പറയാൻ കഴിയില്ല, സെമി അർബൻ ഏരിയ. കാർഷിക മേഖലയാണ് പ്രധാനമായിട്ടും. ഈ കാർഷിക മേഖലയിൽ ഇവിടെ നെൽകൃഷിയുണ്ട്, അതുപോലെ തന്നെ പശുക്കളെ വളർത്തുന്നുണ്ട്, പൈനാപ്പിളിൻ്റെ കൃഷിയുണ്ട്. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വ്യാവസായിക മുന്നേറ്റം ഈ പ്രദേശത്തിന് ഉണ്ടായാൽ അത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിട്ടുള്ള ഒന്നാണ്. അവരുടെ ഇൻകം വർദ്ധിപ്പിക്കാൻ അത് സഹായകരമാണ്. അങ്ങനെ ഒരു വ്യാവസായിക മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെ ഉണ്ടാകണം. ആ കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ചെറിയ രീതി ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞാൽ ചെറുകിട വ്യവസായങ്ങൾ, നമ്മുടെ വുഡ് ഫർണിച്ചർ വ്യവസായം കേരളത്തിൽ തന്നെ കണ്ണൂർ പോലെയുള്ള മേഖലകളിലേക്കൊക്കെ ഒരു കാലഘട്ടത്തിൽ ഫർണിച്ചർ പണിതിട്ട് ബസ്സിൻ്റെ ഇവിടുന്ന് പോകുന്ന ദീർഘദൂര ബസ്സുകളുടെ മുകളിൽ കട്ടിൽ, അത്തരം ഫർണിച്ചറുകളൊക്കെ അങ്ങോട്ട് കയറ്റി അയച്ചുകൊണ്ടിരുന്ന ഒരു നാടാണ്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ആ പെരുമയ്ക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. കൂത്താട്ടുകുളം ടൗണ് പോലും കമ്പാരിറ്റീവ്ലി മറ്റു സ്ഥലങ്ങളെ നോക്കുമ്പോൾ വികസിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഞാൻ ഇദ്ദേഹം തയ്യാറാക്കിയ ബഡ്ജറ്റിലെ ചില കാര്യങ്ങൾ വായിക്കാം. 24-25 ബഡ്ജറ്റിൽ ശ്രീ സണ്ണി കുര്യാക്കോസ് നഗരസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റാണ്. MVIPയുടെ അല്ലെങ്കിൽ MPIയുടെ സ്ഥലം ഏറ്റെടുത്ത് സ്ലോട്ടർ ഹൗസ് നിർമ്മിക്കും. 2 കോടി രൂപ അതിനെ മാറ്റിവെച്ചു എന്നാണ് ഈ ബഡ്ജറ്റിൽ പറയുന്നത്. CHCയിൽ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കും, 35 ലക്ഷം രൂപ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം 4 കോടി രൂപ. മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം 11 കോടി രൂപ. TB ജംഗ്ഷൻ മുതൽ അമ്പലംകുന്ന് വരെയുള്ള ഭാഗത്ത് റിംഗ് റോഡ് നിർമ്മാണം 1 കോടി രൂപ. മുനിസിപ്പൽ സ്റ്റേഡിയം 1 കോടി രൂപ. തെരുവ് വിളക്ക് മെയിൻ്റനൻസ് 20 ലക്ഷം രൂപ. നടപ്പുറം ബൈപ്പാസ് കാൻഡിലിവർ ഷോപ്പിംഗ് കോംപ്ലക്സ് 3 കോടി രൂപ. CHCയുടെ ഉപയോഗയോഗ്യമല്ലാത്ത കെട്ടിടങ്ങൾ പൊളിച്ച പുതിയ കെട്ടിട നിർമ്മാണം 1.1 കോടി രൂപ. ആയുർവേദ ആശുപത്രിയിലും സബ് സെൻ്ററിലും പുതിയ കെട്ടിട നിർമ്മാണം. ഇതൊന്നും നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറയട്ടെ, എൻ്റെ തൊട്ടിപ്പുറം പണ്ടുള്ളൂ. ഇതിലേതെങ്കിലും ഈ ആയുർവേദ ആശുപത്രിയിൽ MP ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ച് 1 കോടി രൂപയുടെ ബിൽഡിംഗ് പണിതല്ലാതെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞ ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? ഞാൻ ഇവിടെ വായിച്ചല്ലോ, ഇദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റാണ്. ഇതിൽ ഈ ആയുർവേദ ആശുപത്രി അല്ലാതെ എന്ത് നടപ്പാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയാം. അടുത്ത റൗണ്ടിലായിരിക്കുമല്ലോ മറുപടി പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞു PMAY പദ്ധതി, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കി എന്ന് പറഞ്ഞു. ആ പദ്ധതി നടപ്പാക്കിയത് യഥാർത്ഥത്തിൽ 2016 PMAY പദ്ധതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിഹിതം 1.5 ലക്ഷം രൂപ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വിഹിതം 50,000 രൂപ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വിഹിതം 2 ലക്ഷം രൂപ. അപ്പോൾ കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് അനുവദിക്കുന്ന പ്ലാൻ ഫണ്ടിൽ
2 ലക്ഷം രൂപ വെച്ച് നീക്കി വെക്കുന്നത് PMAY വീടിനാണ്. 10 DPRലായി ടോട്ടൽ അനുവദിച്ചിട്ടുള്ള വീട് 320ആണ്. അതിൽ പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 311ആണ്. കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 237ആണ്. ഈ 237 നമുക്ക് എടുക്കാം. അതിൽ 125 എണ്ണം 1ാം DPRലാണ്. 1ാം DPR എന്ന് പറയുന്നത് 2016 മുനിസിപ്പാലിറ്റി ആയ ഘട്ടത്തിൽ UDFൻ്റെ ഭരണസമിതി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് 125 വീടുകൾ. അപ്പോൾ അത് ഒരു ഭരണ തുടർച്ച എന്ന നിലയിൽ ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നടന്നു വന്ന വികസന പ്രവർത്തനം തുടർന്നു കൊണ്ടുപോയി എന്നുള്ളതിനപ്പുറത്ത് അതിൽ മറ്റു കാര്യമായ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സമയം കഴിഞ്ഞു. ഗവൺമെൻറ് ആശുപത്രിയുടെ കാര്യത്തിൽ 2010-15 ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ അംഗമായിരുന്ന ആളാണ് ഞാൻ. ഇപ്പം ആ കാലഘട്ടത്തിൽ 2014 ബ്ലോക്ക് പഞ്ചായത്ത് ഏകദേശം 100ന് മുകളിൽ പേഷ്യൻസിനെ കിടത്തി ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു 2 നില മന്ദിരമുണ്ടായിരുന്നു. ആ 2 നില മന്ദിരത്തിന് ഫിസിക്കൽ ഫിറ്റ്നസ് നൽകിയില്ല. അങ്ങനെ ഫിസിക്കൽ ഫിറ്റ്നസ് നൽകാൻ കഴിയാതെ ഇരുന്നതോടുകൂടി 10-30 പേഷ്യൻസിനെ അങ്ങേയറ്റം കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമേ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗവൺമെൻറ് ആശുപത്രിക്ക് ഒരു 500 പേഷ്യൻസ് OPയിൽ വരുന്ന ഒരു ആശുപത്രിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ 100-200 പേരെ വരെ കിടത്തി ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരാശുപത്രിയാണ്. പേവാർഡും ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഫലപ്രദമല്ല. അപ്പോൾ പുതിയൊരു ബിൽഡിങ് പണിത് IP ബിൽഡിങ് പണിയുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആവശ്യം. ആ കാര്യത്തിൽ ഈ വയോമിത്രം പദ്ധതി ഇവിടെ പറഞ്ഞു. വയോമിത്രം പദ്ധതി നടപ്പാക്കിയത് 2016 UDFൻ്റെ ഭരണസമിതിയാണ്. അത് തുടർന്നു പോന്നു. അപ്പോൾ PMAY പദ്ധതി UDFൻ്റെ ഭരണസമിതി നടപ്പാക്കിയത് തുടർന്നു പോന്നു. വയോമിത്രം പദ്ധതി UDFൻ്റെ ഭരണസമിതി നടപ്പാക്കിയത് തുടർന്നു പോന്നു. ഈ IP ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ആ വയോമിത്രം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് 2016 നവംബറിൽ അന്ന് ഇടതുപക്ഷ മുന്നണിയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ ഇവിടെ വന്നപ്പോൾ കൂത്താട്ടുകുളത്തിൻ്റെ ഇങ്ങനെ 200 പേരെ വരെ കിടത്തി ചികിത്സിച്ചു കൊണ്ടിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ അതിനുള്ള സൗകര്യമില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫിറ്റ്നസ് ഇല്ലാത്ത 2 നില ബിൽഡിങ് പൊളിച്ച് പുതിയ ബിൽഡിങ് പണിയുന്നതിന് ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. UDFൻ്റെ ഭരണസമിതി മാറി സ്റ്റേറ്റ് ഭരിക്കുന്നത് LDFൻ്റെ ഗവൺമെൻറ്. ഈ 7 കൊല്ലം ഈ നഗരസഭ ഭരിച്ചത് LDFൻ്റെ ഭരണസമിതി. 7 കൊല്ലം കിട്ടിയിട്ട് അന്ന് ആവശ്യപ്പെട്ട് അവർ നൽകാമെന്ന് പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും ഫണ്ട് കണ്ടെത്താനോ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശേഷം പറയുമ്പോൾ അദ്ദേഹം പറയട്ടെ. വീണ്ടും താങ്കളിലേക്ക് വരാം. ഒരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട കാര്യം. ഈ നഗരത്തിൽ ബൈപ്പാസ് ഇദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിലുള്ളതാണ്. ബൈപ്പാസ് TB റോഡ് മുതൽ TB ജംഗ്ഷൻ മുതൽ അമ്പലംകുന്ന് വരെയുള്ള ഭാഗത്ത് അതിന് ഞങ്ങളൊരു പ്രപ്പോസൽ കൊടുത്തിരുന്നു. നമ്മുടെ TBയിൽ MLA അടക്കം വന്നുകൊണ്ട് ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. മീറ്റിംഗ് കൂടിയപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ അമ്പലംകുന്ന് വരെയുള്ളത് പ്രപ്പോസ് ചെയ്തു. പ്ലാനായിട്ട് ഞാനാണ് കൊടുത്തത്. അത് കൊടുത്ത കൂടാതെ ആദ്യഘട്ടം എന്ന നിലയിൽ അന്ന് MLA ആയി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ മനോരമയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പുതിയ MLAമാർ തിരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോൾ ഉള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പിറവം നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പദ്ധതി ചോദിച്ചപ്പോൾ കൂത്താട്ടുകുളം ബൈപ്പാസിന് റിംഗ് റോഡിന് ഫണ്ട് കൊടുക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് TBയിൽ MLA അടക്കം ഉള്ളവർ പങ്കെടുത്ത് ഈ MVIPയുടെ ഗോഡൗൺ ഇരിക്കുന്ന സ്ഥലം ഉൾപ്പെടെ തന്നുകൊണ്ട് ആദ്യഘട്ടം എന്ന നിലയിൽ UP സ്കൂൾ ജംഗ്ഷൻ മുതൽ ഗവൺമെൻറ് ആശുപത്രി ജംഗ്ഷൻ വരെ ഒരു റിംഗ് റോഡ് നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രപ്പോസൽ വന്നു. അത് പിന്നീട് UDF ഭരണസമിതി മാറിയതിന് ശേഷം എന്താ ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്നുള്ളത് അദ്ദേഹം ആ ഫയലിൻ്റെ പുറകെ ഒരു ദിവസമെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പറയട്ടെ. ഒരു കാര്യമുണ്ട്, 2016 അന്നത്തെ മുനിസിപ്പൽ ഭരണസമിതി നൽകിയ നിവേദനത്തെ തുടർന്ന് 2021 ഡോക്യുമെൻ്റ് ഉണ്ട് കേട്ടോ, വി ശിവൻകുട്ടി കേരള നിയമസഭയിൽ ഒരു പ്രഖ്യാപനം നടത്തി. വി ശിവൻകുട്ടിയുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ESI ഹോസ്പിറ്റൽ സംസ്ഥാനത്ത് പുതിയ 7 ESI ഡിസ്പെൻസറികൾ ആരംഭിക്കും. അതിൽ
3 ഡോക്ടർമാരുള്ള ഹോസ്പിറ്റൽ കൂത്താട്ടുകുളത്ത് മാത്രമേ ഉള്ളൂ. സോറി, ഹോസ്പിറ്റലല്ല, ഡിസ്പെൻസറി. അത് കൂത്താട്ടുകുളത്ത് അനുവദിക്കുമെന്ന് പറഞ്ഞാൽ 2021 സെപ്റ്റംബറിലാണ് പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 29 വരെ ഈ നഗരസഭ ഭരിച്ചത് LDFൻ്റെ ഭരണസമിതിയാണ്. ഗവൺമെൻറ് പ്രഖ്യാപനം നടത്തിയത് LDFൻ്റെ ഗവൺമെൻറ്റാണ്. എന്ത് കാര്യം ഈ ESI ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ഭരണസമിതി ഇറങ്ങുമ്പോഴുള്ള തൽസ്ഥിതി എന്തായിരുന്നു എന്ന് അദ്ദേഹം ഓക്കെ വീണ്ടും താങ്കളിലേക്ക് വരാം. ശ്രീ ബിജോ പൗലോസ്, UDFൻ്റെ പ്രതിനിധി പറഞ്ഞത് കേട്ട് കാണും. കൂത്താട്ടുകുളം നഗരസഭയെ ഒരു വികസന മുന്നേറ്റത്തിലേക്ക് നയിക്കാൻ LDFന് കഴിഞ്ഞില്ലാത്തതാണ് അദ്ദേഹം വാദിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? സുഹൃത്തുക്കളെ, കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ 4.25 വർഷത്തെ വികസന നേട്ടത്തെക്കുറിച്ചും നടത്തിയ വികസനങ്ങളെക്കുറിച്ചും കൃത്യമായി ശ്രീ സണ്ണി കുര്യാക്കോസ് ഇവിടെ വിശദീകരിക്കട്ടെ. കഴിഞ്ഞ 4.25 വർഷം ഇവിടെ ഭരിച്ചത് കൂടാതെ ഇവിടെ നടന്ന ഭരണ അട്ടിമറിയെക്കുറിച്ചും ഈ മുനിസിപ്പൽ ഇലക്ഷനിൽ കാര്യമായ ചർച്ചകളുണ്ടാവും. അതുകൂടാതെ എടുത്തു പറയേണ്ടത് ഈ മുനിസിപ്പാലിറ്റി ഭരണത്തിനപ്പുറം സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും ഈ മുനിസിപ്പൽ ഇലക്ഷനിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനമെടുത്തതാണ് കേരളത്തിലെ അതിദരിദ്രർ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി മാറ്റുമെന്നുള്ളത്. ഈ നവംബർ മാസം 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിൽ 60,000-ഓളം വരുന്ന അതിദരിദ്രർ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. അതിൻ്റെ ഗുണം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ UDF, LDF എന്നില്ല എല്ലാ മെമ്പർമാരുടെയും വാർഡുകളിലെ അതിദരിദ്രർ വരെ അതിൻ്റെ പട്ടികയിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാണ്. രണ്ടാമത്, ഇപ്പോൾ ഒരു 9 വയസ്സുള്ള ഒരു കുട്ടിയോട് നമുക്ക് ചോദിക്കാം പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, 1-ാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം കേരളത്തിൽ പവർ കട്ട് എന്ന വേർഡ് ഒരു കുട്ടികളും കേട്ടിട്ടുണ്ടാവില്ല, നമ്മളും കേട്ടിട്ടുണ്ടാവില്ല. പവർ കട്ടിൻ്റെ ഒരു കാലഘട്ടം, നീണ്ട ഒരു കാലഘട്ടത്തിന് ശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പവർ കട്ട് എന്ന വേർഡ് ആരും കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കൂടാതെ ഇവിടെ നിർദ്ദേശിച്ച ലൈഫ് ഭവന പദ്ധതി കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ വീടില്ലാത്ത ഒരു കുടുംബം പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് ലൈഫ് ഭവന പദ്ധതി എത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭവനം, അത് ഈ സർക്കാരിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിൽ എല്ലാ UDF, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എന്നില്ല, എല്ലാ UDFൻ്റെയും LDFൻ്റെയും പഞ്ചായത്തുകൾ ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഒറ്റ ആളുകൾക്ക് പോലും വീടില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈഫ് ഭവന പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ സർക്കാർ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധിയായ മഹാമാരികളെയാണ് നേരിടേണ്ടി വന്നത്. നിപ്പയായിട്ടും ഓക്കിയായിട്ടും അതിനുശേഷം പ്രളയമായിട്ടും കോവിഡായിട്ടും ഇതിനെയെല്ലാം തച്ചുടച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഒരു നേർക്കാഴ്ചയായിരുന്നു പിണറായി സർക്കാരിൻ്റെ ഈ ഭരണം. അത് ഈ മുനിസിപ്പൽ ഇലക്ഷനിലും നമുക്ക് കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറണം. ആ വിഷയം ഈ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു വിഷയം മാറുകയും ചെയ്യും. അതുകൂടാതെ പെൻഷൻ, നമ്മുടെ ഇവിടെ ഏറ്റവും താഴേക്കിടയിൽ ഉള്ള ഓരോ വ്യക്തികൾക്കും 1600 രൂപ പെൻഷൻ എന്ന ആ പെൻഷനിലേക്ക് എത്തിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്. UDFൻ്റെ കാലത്ത് ഒരു പ്രാവശ്യം 50 രൂപ വർദ്ധിപ്പിച്ചതല്ലാതെ ഇല്ലാത്ത ഒരു തവണ പോലും ഒരു പെൻഷൻ തുക വർദ്ധിപ്പിക്കാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് 1600 വർദ്ധിപ്പിക്കുകയും ഈ ഭരണം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അതൊരു 1800 എത്തിക്കുകയും ചെയ്യുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിന് ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ സിംഗപ്പൂരോ മലേഷ്യ പോലെ കിടപിടിക്കുന്ന രീതിയിലുള്ള തീരദേശ മലയോര ഹൈവേകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഒരു നാടിൻ്റെ വികസനം, ഒരു നാടിൻ്റെ ടൂറിസം എങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാകാം എന്ന് തെളിയിച്ച ഒരു സംസ്ഥാനം കേരളം ഭരിക്കുന്ന LDF ഭരിക്കുന്ന സംസ്ഥാനമാണ്. അതുകൂടാതെ നമുക്കിപ്പോൾ തൊട്ടടുത്ത് സ്മാർട്ട് വില്ലേജുകൾ, നമുക്ക് ഓരോ വ്യക്തികൾക്കും സ്വന്തം വീട്ടിലിരുന്ന് മൊബൈലിൽ നമ്മുടെ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് കൂത്താട്ടുകുളം ഉൾപ്പെടെയുള്ള എല്ലാ വില്ലേജുകളും സ്മാർട്ട് വില്ലേജുകളാക്കി ഉയർത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ തൻ്റെ വികസനം കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ ഹരിതകർമ്മസേനയുടെ കാര്യം പറഞ്ഞു. നേരത്തെ നമുക്ക് അറിയാമായിരുന്നു ഓരോ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും പ്ലാസ്റ്റിക് കൊണ്ട് കൂന കൂടി കിടക്കുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്ന് ഹരിതകർമ്മസേനയെ രൂപീകരിക്കാനുള്ള നിശ്ചയദാർഢ്യം കാണിച്ചത് ഈ LDF സർക്കാരാണ്. ആ ഹരിതകർമ്മസേന വന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ മാലിന്യ പ്രശ്നം പൂർണ്ണമായും ഒഴിവായി. മാലിന്യങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് ശേഖരിച്ച് അത് കൃത്യമായി ഡംപ് ചെയ്ത് കൃത്യമായി അത് ഗ്രീൻ കേരള പദ്ധതി മുഖേന അത് കൃത്യമായി
അതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തു. അത് ആരോഗ്യമേഖലയെക്കുറിച്ചുകൂടെ സംസാരിച്ചു. സമഗ്രമായ വികസനം, ആരോഗ്യമേഖല ഉണ്ടായ വികസനത്തെക്കുറിച്ച് കഴിഞ്ഞ ഈ ഉണ്ടായ ദുരന്തങ്ങളിലെല്ലാം, നിപ്പയായാലും എല്ലാ ദുരന്തങ്ങളും, കോവിഡ് ആയാലും നമ്മുടെ ആരോഗ്യമേഖലയുടെ ഈ വികസനം കൊണ്ട് മാത്രമാണ് നമുക്കതിനെ തടയിടാൻ സാധിച്ചത്. അതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ ചള്ളക്കമ്പടിയിൽ തന്നെ 1 കോടി രൂപ മുടക്കി ആയുർവേദ ആശുപത്രിയുടെ നവീകരണം നടത്തിയത്. ആരോഗ്യമേഖലയ്ക്ക് അത്രയ്ക്ക് ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനമാണ് ആരോഗ്യമേഖലയിൽ ഇവിടെ കണ്ടുവന്നത്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ മന്ത്രിമാർ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിസഭയുള്ള ഒരു മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മന്ത്രിസഭയുള്ള ഒരാൾക്കെതിരെ ഒരു അഴിമതി ആരോപണം ഈ 9 വർഷത്തിനിടയിൽ കൊണ്ടുവരാൻ ഈ UDFന്റെ ഒരു ആൾക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് വെല്ലുവിളിച്ച് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കളിലേക്ക് വീണ്ടും വരാം. ശ്രീ റെജി ജോൺ, സമസ്ത മേഖലയിലും വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നു വന്നു എന്നാണ് LDFന്റെ വാദം. എങ്ങനെ നോക്കിക്കാണുന്നു UDF എന്ന നിലയിൽ? പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ 4.5 വർഷം എന്നുള്ളത് ഒരു ചെറിയ മാറ്റം വരുത്തണമെന്നാണ് പറയുന്നത്. 7 വർഷക്കാലമായി കൂത്താട്ടുകുളം നഗരസഭ LDF ഭരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം നമ്മൾ അതിനു മുമ്പ് ചർച്ച ചെയ്തതാണ്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് അവർ ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അവരന്ന് ഇലക്ഷനെ ഫേസ് ചെയ്തപ്പോൾ ഒരു 40 ദിന പ്രകടന പത്രിക ഇറക്കുകയുണ്ടായി. അതിലേതൊക്കെ ഒന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ കൊള്ളാം. അത് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായി ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളൊക്കെ വീടുകൾ കയറി കൊടുത്ത പ്രകടന പത്രിക എൻ്റെ കയ്യിൽ, ഞങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട്. അതിലേതൊക്കെ നടത്തിയെന്ന് പറഞ്ഞാൽ കൊള്ളാം. അതിനകത്ത് റിംഗ് റോഡ് തൊട്ട് അങ്ങനെ ഒരു 40ഓളമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ റിംഗ് റോഡിനെ എന്ത് ചെയ്തു എന്നറിഞ്ഞാൽ കൊള്ളാം. പ്രിൻസ് പറഞ്ഞ പല കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണിതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ഷോപ്പിംഗ് കോംപ്ലക്സാണ് പണിതെന്ന് പറഞ്ഞാൽ കൊള്ളാം. അതുപോലെ ഇവിടുത്തെ എല്ലാ അംഗൻവാടികളും ഹൈടെക് ആക്കും, കെട്ടിടം പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വാർഡിലൊരു അംഗൻവാടി കെട്ടിടമില്ലായിരുന്നൊരു 4 സെൻറ്റ് സ്ഥലം നമ്മുടെ മരിയാഗോരോത്തി അത് അവിടെ ഒരു ഫ്രീ ആയിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് 1 വർഷക്കാലമായിട്ട് അവിടെ എന്താ ചെയ്തതെന്ന് മരിയാഗോരോത്തിക്ക് പോലും അറിയില്ല. ഇപ്പോൾ പുതിയ ഭരണം വന്നതിന് ശേഷം അതൊന്ന് അനങ്ങി തുടങ്ങിയെന്നാണ് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ 40 എണ്ണം അതൊന്നും വേറെ ഒന്നും പറയണ്ട. അതായത് നിങ്ങൾ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച 40 എണ്ണത്തിൽ എത്രയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഈ 40 എണ്ണം വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ പാരമ്പര്യമായിട്ട് നിലനിന്നിരുന്ന കൂത്താട്ടുകുളത്തിൻ്റെ പെരുമയൊക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന ലേല മാർക്കറ്റ്, ആ ലേല മാർക്കറ്റ് അവരെന്താണ് നിങ്ങളോട് ചെയ്തിട്ടാണ് നിങ്ങൾ കോടതി വിധിയുടെ ബലത്തിൽ അതവിടെ നിലനിർത്തേണ്ടി വരുന്നത്? ഇപ്പോൾ ഞങ്ങളുടെ UDFന്റെ ഭരണം വന്നപ്പോൾ ആ കോടതി വിധിയെ മറികടന്നുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത അവരെന്താണ് ഇവിടെ നിങ്ങൾക്കറിയാമോ? ഇവിടെ MLA MP അല്ലാത്ത എന്തെങ്കിലും ഒരു വികസനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആദ്യം എൻ്റെ ബഹുമാനപ്പെട്ട സ്നേഹിതർ സണ്ണി കുര്യാക്കോസ് പറയുകയുണ്ടായി, 21-ാം വാർഡിൽ നമ്മുടെ ഭാസ്കരൻ്റെ വാർഡിൽ 50 ലക്ഷം രൂപയുടെ കുളം നിർമ്മിച്ചു. അത് ഭാസ്കരൻ ഇവിടെ കാണിയായിട്ട് ഇരിപ്പുണ്ട്. ഭാസ്കരൻ അതിന് മറുപടി പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. MLA MP അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? പ്രിൻസ് പറഞ്ഞതുപോലെ 7 വർഷക്കാലം അല്ലെങ്കിൽ 9 വർഷക്കാലമായിട്ട് കേരളവും ഈ നമ്മുടെ മുനിസിപ്പാലിറ്റിയും ഒക്കെ ഭരിക്കുന്നത് LDF ആണ്, പിണറായി വിജയനാണ്. സാധാരണ ഇവിടെ ഭരിക്കുന്ന പ്രതിനിധികൾ പഞ്ചായത്തും നഗരസഭയൊക്കെ ഭരിക്കുമ്പോൾ പ്രാദേശിക ഗവൺമെൻറ്റുകൾ അവരുടെയാണെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവരാൻ പറ്റും? എന്തെങ്കിലും ഒന്ന് ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടുകൂടി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് പോകണേ നമുക്ക് ആഗോളവും അതിനപ്പുറത്തേക്ക് ഇൻ്റർനാഷണലൊക്കെ പോകേണ്ട ആവശ്യമുള്ളൂ. കൂത്താട്ടുകുളത്തെ നഗരസഭയുടെ കീഴിലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അത് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ചെറിയൊരു കാര്യം ചോദിച്ചോളട്ടെ. ഇവിടെ ഇതിനു മുമ്പ് ഇവർ പറഞ്ഞല്ലോ ഫ്രീ ആയിട്ട് വീടുകളെല്ലാം പണിത് കൊടുത്തിരിക്കുന്നു PMIന്ന്. ഇവിടെ എനിക്കറിയാൻ കഴിഞ്ഞൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. 1 വർഷത്തോളമായിട്ട് ഇവിടുത്തെ ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരൻ ഒരു 8 ലക്ഷം രൂപ കൊടുക്കി ഒരു ഫ്രീ ആയിട്ടൊരു വീട് പണിത് കൊടുക്കാമെന്ന് ഇവിടുത്തെ നഗരസഭ അധികൃതരെ അറിയിച്ചിട്ട് അതെന്തായി? എന്തെങ്കിലും ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം 8 ലക്ഷം രൂപ ഒരു ബിസിനസ്സുകാരൻ ഒരു ചാരിറ്റി ചെയ്യാൻ സന്നദ്ധനായി വന്നു കഴിയുമ്പോൾ അതിനുവേണ്ടി മുനിസിപ്പാലിറ്റിയുടെ വീട് ചോദിച്ചു, ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയതുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിവിടെ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ കാലമായിട്ടും അതിനെപ്പറ്റി ഒരു ഉരയാടിയിട്ട് പോലുമില്ല. ഇന്ന് രാവിലെയും കൂടി അദ്ദേഹത്തോട് ചോദിച്ചതാണ്. പിന്നെ എന്തോ പറയണേ? ഇവിടെ ഒന്നും വേണ്ട. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ? മരിയാഗോരോത്തിയുടെ വാർഡിൽ ഞാൻ ഇവിടുത്തെ കെടുകാര്യസ്ഥൽ കഴിഞ്ഞ 2 മാസം മുമ്പുള്ള കാര്യങ്ങൾ പറയുന്നു മാത്രമേ ഉള്ളൂ. ഒരു വർക്ക് എഗ്രിമെൻ്റ് ചെയ്തിട്ട് ഒരു വർക്ക് ടെൻഡർ ചെയ്തിട്ട് എഗ്രിമെൻ്റ് വെക്കാതെ കോൺട്രാക്ട് വന്നപ്പോഴാണ് എഗ്രിമെൻ്റ് വെച്ചിട്ടില്ലാന്ന് അറിയണേ. അതായത് സാധാരണഗതിയിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഓഫീസിൽ നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കമ്മിറ്റിക്ക് മുമ്പാകെയോ സെക്രട്ടറിക്ക് മുമ്പാകെയോ അല്ലെങ്കിൽ ഭരണസമിതിക്ക് മുമ്പാകെ എത്തിക്കേണ്ട ഉത്തരവാദിത്തമുള്ള പല ജീവനക്കാരും ഇവിടുന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇവിടെ ഈ പറഞ്ഞതുപോലെ AS-ഉം TS-ഉം ഒക്കെ വാങ്ങിക്കുവാനായിട്ട് ഇവിടുത്തെ കൗൺസിലർമാരടക്കമുള്ളവർ
പുറകെ നടന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. സാധാരണ ഒരു ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ 1-2 മാസം കൊണ്ട്, MLA MP ഫണ്ട് കിട്ടിയാൽ 1-2 മാസം കൊണ്ട് AS TS ഒന്ന് വാങ്ങിക്കുന്ന പല നഗരസഭകളും പല പഞ്ചായത്തുകളും ഉണ്ട്. CPM ഭരിക്കുന്ന പഞ്ചായത്തുണ്ട്, ഡൽഹി ഭരിക്കുന്ന പഞ്ചായത്തുണ്ട്. അവരൊക്കെ ഭംഗിയായിട്ട് നിറവേറ്റപ്പെടുമ്പോൾ ഇവിടെ ഭരിക്കുന്ന 6 മാസം തൊട്ട് 1 വർഷം വരെയാണ്. ഒരു തർക്കവും വേണ്ട, ഞാൻ വെല്ലുവിളിച്ച് പറയാം, ഞാൻ പല ഫയലുകൾ എടുത്ത് കാണിച്ചുകൊണ്ട് പറയാം ഇവിടുത്തെ കെടുകാര്യസ്ഥത. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് കൂടുതൽ നിങ്ങൾ പറയുന്നത് എന്താണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ സാധാരണക്കാർക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഇവിടെ ആഗോള നിലവാരത്തിൽ ഉയർത്തിയെന്ന് പറഞ്ഞു. ഈ 40 ഞാൻ ഈ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 40 ഞാൻ ആവശ്യമുള്ളവർക്കൊക്കെ അയച്ചു തരാവുന്നതാണ്. അല്ലാതെ ഇത് വെറുതെ വർത്തമാനങ്ങൾ കൊണ്ട് ഈ ജനങ്ങളെ കയ്യിലെടുക്കാമെന്നൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ ഇത് ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ല, ജനങ്ങൾ ഇത് ഉൾക്കൊള്ളുമെന്നും നിങ്ങൾ വിചാരിക്കരുത്. ആദ്യമായിട്ട് ഒന്നുകൂടെ ഞാൻ പറയും, ഞാൻ അവസാനിപ്പിച്ചോളാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പൊതുജനങ്ങളോടല്ല പറയേണ്ടത്, നിങ്ങളുടെ സഖാക്കളോടാണ് നിങ്ങൾ പറഞ്ഞു ധരിപ്പിക്കേണ്ടത്. അവരെ ധരിപ്പിച്ചതിന് ശേഷം മാത്രം ഈ പൊതുജനത്തിന് മുമ്പിലേക്ക് ഇറങ്ങിയാൽ മതി. ഞാൻ ഒരു രാഷ്ട്രീയ വേദിയായിട്ട് പറയുകയല്ല. കാരണം നിങ്ങൾ പറയുന്നത് നുണയുടെ ഒരു പെരുമഴക്കാലമാണ്. ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ മുഴുവൻ പറയും. അതുകൊണ്ട് ഈ ഭരണം, ഈ 4.25 വർഷക്കാലത്തെ ഭരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലാത്ത ഭരണമായിരുന്നു. റോയി എബ്രഹാം, LDFന്റെയും UDFന്റെയും വാദഗതികൾ കേട്ടു. രാജ്യം ഭരിക്കുന്ന കക്ഷികളുടെ പ്രതിനിധിയാണ് താങ്കൾ. എങ്ങനെ നോക്കിക്കാണുന്നു കൂത്താട്ടുകുളം നഗരസഭയെ? നമസ്കാരം. NDAയുടെയും BJPയുടെയും നിലപാട് കേരളത്തിൻ്റെയും കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയുടെയും സമഗ്ര വികസനമാണ് ലക്ഷ്യമാക്കുന്നത്. ഒരു വികസിത മുനിസിപ്പാലിറ്റിയാണ് കൂത്താട്ടുകുളത്തെ NDAയുടെ ഭാരവാഹി നിലയിൽ ഞാൻ കാണുന്നത്. ഇവിടെ പറഞ്ഞ പല പദ്ധതികളും പൂർണ്ണമായി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ധനസഹായം ലഭിച്ച പദ്ധതിയാണ്. ഓലക്കാടും ചോരക്കുഴിയുമുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ എന്ന് പറയുന്ന 2 സെൻറ്ററുകളും പൂർണ്ണമായി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ധനസഹായമുള്ള പദ്ധതിയാണ്. വെങ്കളം കുളത്തിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച 50 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ച പദ്ധതിയാണ്. അതുപോലെ ഇവിടെ കുടിവെള്ളമില്ലാത്ത, വാട്ടർ കണക്ഷൻ ഇല്ലാത്ത ആളുകൾക്ക് വാട്ടർ കണക്ഷൻ കൊടുത്ത പദ്ധതി അമൃത് പദ്ധതി, അതിൻ്റെ ഫണ്ടും പൂർണ്ണമായി മോദി ഗവൺമെൻറ് മുടക്കിയിട്ടുള്ളതാണ്. കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം 5000-ഓളം പേര് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരുണ്ട്. അതിൽ കോളനികൾ കിടക്കുന്ന 1 സെൻറ്റ് സ്ഥലം വരെ ഉള്ളവർക്കും ഈ പറയുന്ന 6000 രൂപ ഒരു വർഷം നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ജനകീയമായി നാടിൻ്റെ സമഗ്ര വികസനത്തിനുതകുന്ന പദ്ധതികൾ ആണ് സെൻട്രൽ ഗവൺമെൻറ് പ്രാദേശികമായി വരെ നടപ്പാക്കുന്നത്. കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയുടെ ഞാൻ ചെയർമാനായിരുന്ന സമയത്ത് കൂത്താട്ടുകുളത്തിൻ്റെ വികസനത്തിന് വളരെ ദീർഘവീക്ഷണത്തോടെ ഇവിടെ ടൗൺ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയുണ്ടായി. പിറവത്തൂരോ മൂവാറ്റുപുഴയ്ക്കോ ഉൾപ്പെടെയുള്ള നഗരസഭകൾക്ക് ഇല്ലാത്ത മാസ്റ്റർ പ്ലാനാണ്, അവർക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയാത്ത മാസ്റ്റർ പ്ലാനാണ് കൂത്താട്ടുകുളത്ത് നടപ്പാക്കിയത്. ആ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയതിന് വ്യക്തമായൊരു വീക്ഷണമുണ്ടായിരുന്നു. കൂത്താട്ടുകുളത്തെ ടൗണിലെ ട്രാഫിക് ബ്ലോക്കുകൾ പരിഹരിക്കണമെങ്കിൽ നമുക്ക് ബൈപ്പാസ് റോഡുകൾ ഉണ്ടാകണം. നമ്മൾ ആ മാസ്റ്റർ പ്ലാനിൻ്റെ മുഖ്യ ഒരു ബൈപ്പാസ് റോഡെന്ന് പറയുന്നത് കാലിക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് മാരുതി ജംഗ്ഷനിലേക്കും അവിടുന്ന് ചോരക്കുഴിക്കുമുള്ള ബൈപ്പാസ് റോഡാണ്. അതുപോലെ തന്നെ UP സ്കൂളിൽ നിന്ന് ഓണംകുന്നുകാവ് വഴി അശ്വതി ജംഗ്ഷനിലേക്കുള്ള ഒരു ബൈപ്പാസും പ്രത്യേകം അതിനകത്ത് നോട്ട് ചെയ്തിരുന്നു. അതുകൂടാതെയുള്ള അനേകം ബൈപ്പാസ് റോഡുകളും പദ്ധതികളും ആ മാസ്റ്റർ പ്ലാനിൽ പറയുന്നു. അതിനെപ്പറ്റി പൂർണ്ണമായി ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ UP സ്കൂൾ ഓണംകുന്ന് അശ്വതി ജംഗ്ഷൻ റോഡിൻ്റെ ബൈപ്പാസ് റോഡിൻ്റെ കാര്യം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഞാൻ ചെയർമാനായിരുന്നപ്പോൾ കേരള സർക്കാരിൻ്റെ ഓർഡർ ആവശ്യത്തിന് വീതി എടുത്ത് ആ ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്നതിനുള്ള ഓർഡർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആ ഓർഡർ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അത് 2020 വാങ്ങിയ ഓർഡറാണ്. ആ ഓർഡർ പ്രകാരം അവിടെയുള്ള MAPയുടെ ഗോഡബൺ പൊളിച്ചു മാറ്റുന്നതിനും ആവശ്യത്തിന് സ്ഥലമെടുത്ത്
ആ ഉള്ള കെട്ട് പുനഃസ്ഥാപിച്ചു കൊടുക്കണമെന്ന ഏക നിബന്ധനയെ അതിനകത്തുണ്ടായിരുന്നു. അത് 1 ലക്ഷം രൂപയിൽ താഴെ മാത്രം ചെലവ് വരുന്ന ഒരു നിർമ്മാണ പ്രവർത്തനമായിരുന്നു. അത് കഴിയാതെ പോയതും അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ പോയതും ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും വീഴ്ചയായി കാണുന്ന ഒരാളാണ്. ഇവിടെ കുത്താലത്തെ BJP അധികാരത്തിൽ വന്നാൽ, NDA അധികാരത്തിൽ വന്നാൽ കൂത്താളം ടൗണിൻ്റെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുന്നതിനുള്ള കാലിക്കറ്റ് മാരുതി ജംഗ്ഷൻ ചോരക്കുഴി റോഡ് ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കുന്ന നടപടി ഉണ്ടാകും. അതുപോലെ ഈ ഭരണസമിതികളുടെയും പ്രതിപക്ഷത്തിൻ്റെയും വീക്ഷണമില്ലായ്മ, ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചു. കെട്ടിട നിർമ്മാണത്തിനുണ്ടായ അഴിമതി ഒരു കാര്യം, അതിനേക്കാളുപരി നമ്മുടെ FSCയിൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പരിമിതമായ സ്ഥലം മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്തൊരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ വ്യക്തമായ മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ വേണം. അവിടെ ഏകദേശം 10 സെൻറ്റ് സ്ഥലത്ത് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചത് മുകളിൽ ഷീറ്റിട്ട ഒരു കെട്ടിടമാണ്. ആ 10 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഭാവിയിലേക്കുള്ള വികസനം പൂർണ്ണമായി മുരടിച്ച അവസ്ഥയായി. അത് ഒരു സൈഡ് ചേർന്നാണെങ്കിൽ പിന്നെയും ന്യായീകരിക്കാമായിരുന്നു. ഇത് ആ കെട്ടിട സ്ഥലത്തിൻ്റെ ഏകദേശം ടൗൺ ഒരു സൈഡിൽ നിന്ന് ഏകദേശം 30ഓളം മീറ്റർ മാറി, 30 ഒരു സൈഡിൽ നിന്ന് ഏകദേശം 50ഓളം മീറ്റർ മാറി, ഏതാണ്ട് ഭാവിയിലേക്കുള്ള ആ ഹോസ്പിറ്റലിൻ്റെ വികസനത്തിന് അസൗകര്യമുണ്ടാക്കുന്ന വിധത്തിൽ നിർമ്മാണത്തെ ആ ഹോസ്പിറ്റലിൻ്റെ ഭാവി വികസനത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ് നടത്തിയത്. അവിടെ LDFിൻ്റെ ഭരണസമിതി അത് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ LDFിൻ്റെ ആളുകളെക്കാൾ കൂടുതൽ തീവ്രമായി ആ ഐസൊലേഷൻ വാർഡ്, ഈ രീതിയിലുള്ള ഐസൊലേഷൻ കെട്ടിട നിർമ്മാണം നടത്തണമെന്ന് പറഞ്ഞത് UDF ആണ്. 1,74,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനം. MLA ഉൾപ്പെടെ അതിനകത്ത് MLAയുടെ ഉൾപ്പെടെ ഫണ്ടും അതിനകത്തുണ്ട്. അത് രാമങ്കലത്തും അതുപോലെ മുളന്തുരുത്തിയിലുമൊക്കെ ഈ പദ്ധതിയെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ അവിടെയുള്ള പഞ്ചായത്തുകൾ വേണ്ടെന്ന് പറഞ്ഞ പദ്ധതിയാണ് കുത്താട് നടപ്പാക്കിയത്. വേണ്ടെന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ ഷീറ്റിട്ടുള്ള കെട്ടിട നിർമ്മാണമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇവിടെ ശ്രീ ബിജു ജോൺ ചെയർമാനായിരുന്ന 2018 ആസ്തി വികസനത്തിന് 1 കോടി രൂപ ലഭിക്കുകയുണ്ടായി. അന്ന് ടൗണിൽ നിന്ന് ഈ മാലിന്യ സംസ്കരണ സംവിധാനം പൂർണ്ണമായി മാറ്റി കുറച്ചുകൂടെ ഐസൊലേറ്റ് ചെയ്ത ഒറ്റപ്പെട്ട സ്ഥലത്ത്, അടുത്ത പരിസര പ്രദേശത്ത് വീടില്ലാത്ത സ്ഥലത്ത് സ്ഥലം മേടിച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്താനുള്ള ക്രമീകരണം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ 1 ലക്ഷം രൂപ വെറുതെ വാർഡുകളിലേക്ക് ചെറിയ റോഡുകളുടെ എക്സ്റ്റൻഷന് വേണ്ടി കൊടുത്തതല്ലാതെ, അറ്റകുറ്റപ്പണിക്ക് കൊടുത്തതല്ലാതെ സ്ഥായിയായ ഒരു വികസന പ്രവർത്തനം നടത്തുവാൻ അന്നിരുന്ന UDFിൻ്റെ ഭരണസമിതിയിലെ ചെയർമാനായി. സമയക്കുറവ് വരുമ്പോൾ ഞാൻ ഇടപെടുകയാണ്. താങ്കളിലേക്ക് വേണ്ടിവരാം. നേതാക്കന്മാരുടെ വാദഗതികൾ നിങ്ങൾ കേട്ടു. ജനാധിപത്യത്തിന്റെ നേരവകാശികൾ വോട്ടർമാരാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ഇനി നമുക്ക് കേൾക്കാം. ചോദ്യങ്ങളായി ചോദിക്കണേ. ആരോടാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ 2 കക്ഷികളോട് 3 കക്ഷികളോടുമാണ് എനിക്ക് ചോദ്യമുണ്ട്. ആരാ മറുപടി പറയണ്ടേ? 3 പേരും മറുപടി വേണം. 3 പേരോട് ഒരു കാര്യം, പൊതുകാര്യമാണ് ചോദിക്കാനുള്ളത്. യെസ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ LDFും UDFും ഭരിച്ചുകൊണ്ടിരിക്കുന്നു 2 പ്രാവശ്യമായിട്ട്. സുഹൃത്തുക്കളെ, നമുക്ക് മതിയായ ഫണ്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ ഇല്ലയെന്നൊരു സത്യം നമുക്കറിയാം. കാരണം ബസ്സായിട്ട് പ്രഖ്യാപിക്കുക ചെയ്ത് നിലവിലുള്ള 13 വാർഡുള്ള പഞ്ചായത്ത് 25 വാർഡുള്ള മുനിസിപ്പാലിറ്റിയായിട്ട് നിശ്ചയിക്കുക ചെയ്ത് അല്പം പോലും സ്ഥലം പുറത്തുനിന്ന് കൂട്ടിയെടുത്തില്ല. 95 ഒരു മൂവാറ്റുപുഴ ജില്ലാ പ്ലാൻ മാപ്പ് വന്ന സമയത്ത് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി എന്നുള്ള രീതിയിൽ വന്നപ്പം നമുക്ക് തിരുമാറാടി, ഇലഞ്ചി, പാലക്കുഴ പ്രദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ആ മുനിസിപ്പാലിറ്റിയുടെ അന്ന് ആ പ്ലാൻ കിടക്കുന്നത്. അത് ചെയ്യാതെ നിലവിലുള്ള 13 വാർഡ് വെച്ച് 26 വാർഡുള്ള മുനിസിപ്പാലിറ്റിയായിട്ട് പ്രഖ്യാപിച്ചത് തന്നെ നമ്മുടെ റവന്യൂ വരുമാനം കുറഞ്ഞു. മാത്രമല്ല 12 സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഇന്ന് 40ഓളം സ്റ്റാഫായി മാറി. നമുക്ക് ഇതൊക്കെ പാലിച്ച ചുമതല നമുക്കെല്ലാം അറിയാം. പക്ഷേ സുഹൃത്തുക്കളെ, നമുക്ക് മതിയായ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും. ആ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടാൻ UDFും LDFും BJPയും അധികാരത്തിൽ വരുവാണെങ്കിൽ നിങ്ങൾ ശ്രമിച്ച് അത് കൊണ്ടുവന്ന് ഇവിടുത്തെ റോഡ്, അതുപോലെ ആരോഗ്യ, ഏത് വകുപ്പും, വിദ്യാഭ്യാസ വകുപ്പ്, എല്ലാ വകുപ്പിൽ നിന്നും ഫണ്ട് കിട്ടും. പക്ഷേ ഒരു നിബന്ധനയുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന്. ആ ഗവൺമെൻറ്റിൻ്റെ
ഭാഗത്തുനിന്നുള്ള ആളായിരിക്കും അത് ഉദ്ഘാടനം ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഒന്നെങ്കിൽ മന്ത്രിയായിരിക്കും, പിന്നെ ബോർഡും വെക്കണം, ബോർഡൊക്കെ വെക്കണം. ബോർഡ് വെക്കണമെന്ന് നിർബന്ധം. വീടാണെങ്കിൽ വീടെല്ലാം എഴുതി വെക്കണം. അത് എഴുതി വെക്കുന്നതിന് ഇത്ര കോടിക്കണക്കിന് രൂപ കിട്ടുമ്പോൾ അതൊന്ന് എഴുതി വെക്കുന്നതിന് എന്താ ബുദ്ധിമുട്ടുള്ള ശരിയല്ലേ? കിട്ടുന്നില്ല, പറയുന്നേ ഉള്ളൂ, തരുന്നില്ല. ഇല്ല, നിരവധി പാലക്കാട് പോലെയുള്ള നഗരസഭകൾ ഇന്ന് പ്രശാന്ത സുന്ദരമായിട്ട് കിടക്കുകയാണ് സുഹൃത്തെ. എത്ര കോടികൾ രൂപ അവർ വാങ്ങിച്ചെടുക്കുന്ന ഉദ്ഘാടനം ചെയ്യാൻ അവർ വരുന്നതുകൊണ്ട് ഈ LDF പ്ലാൻ ഫണ്ടുകൾ വരുത്തി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഒരു മറുപടി തരാം. BJP-കാരനുള്ള ചോദ്യം തന്നെ, ഇന്ത്യ അധികാരത്തിൽ വരുവാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുമെന്നുള്ളതാണ് BJP-കാരൻ. ഏതാ ഇന്ത്യയാണ് വരില്ല, സമീപകാലത്തൊന്നും വരില്ല, ഈ നൂറ്റാണ്ടിൽ വരില്ല. പക്ഷേ വന്നാൽ അത് ലാസ്റ്റ് പറയാം. ലാസ്റ്റ് ഞാനൊരു ചോദ്യം ഉണ്ട്, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ലാസ്റ്റ് ഒരു ചോദ്യം ഉണ്ട് നമുക്ക്. ആ പ്ലാൻ ഫണ്ട് വരുത്തുന്നില്ല എന്നുള്ള പുള്ളി പറയുന്നു. ഒന്ന് പറയുന്നത് വ്യക്തമായി കേൾക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലായിരുന്നു. രണ്ട്, കേട്ട ഭാഗം വെച്ചിട്ട് ഞാൻ പറയാം. വികസന പ്രവർത്തനത്തിന് ചരടുകളില്ലാത്ത ഏത് ഫണ്ടും നഗരസഭ സ്വീകരിക്കും. ചരടുകളുള്ള ഫണ്ടുകൾ സ്വീകരിക്കുന്നതിന് തടസ്സമുള്ളൂ. അതായത് നിബന്ധനകൾക്ക് വിധേയമായി ഫണ്ട് അനുവദിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. വികസന പ്രവർത്തനങ്ങൾക്ക് ന്യായമായിട്ടുള്ള ഏത് ഫണ്ടും നഗരസഭ സ്വീകരിക്കും. ആ സ്വീകരിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അമൃത് കുടിവെള്ള പദ്ധതി നഗരസഭയുടെ വിഹിതം കൂടി വെച്ചുകൊണ്ട് അമൃത് കുടിവെള്ള പദ്ധതി കൂത്താട്ടുകുളം നഗരസഭയിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വെങ്കുളം കുളം നമ്മൾ നടപ്പാക്കിയിട്ടുള്ളത്. ഈ പദ്ധതികൾക്കാകെ ചരടുകളില്ലാത്ത ഏതൊരു പദ്ധതിയും ഏതൊരു വികസന പ്രവർത്തനങ്ങൾക്കും ഫണ്ട് സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. വലിയ നിബന്ധനകൾ വേണ്ടെന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞത്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ധാരാളം ഫണ്ടുകളുണ്ട്, അത് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. ഇവിടെ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഡയറക്റ്റ് മുനിസിപ്പാലിറ്റിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് വഴിയാണ് ആ പ്രപ്പോസൽ പോകേണ്ടത്. ഇപ്പം PM ശ്രീ എഡ്യൂക്കേഷൻ മേഖലയിൽ അത് ഇത്രയും നാൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ കിട്ടാതെ ഇരുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നോംസ്, എഡ്യൂക്കേഷൻ പോളിസി കേരളം അംഗീകരിക്കണമെന്നുള്ള നിബന്ധന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയപരിപാടികളുമായി ചേർന്ന് പോകുന്നതായിരുന്നില്ല. ഇപ്പോൾ ഇലക്ഷൻ അടുത്ത സമയത്ത് കുറച്ച് ഫണ്ട് കൊണ്ടുവന്ന് ഞാൻ അതിലേക്ക് കടക്കുമ്പോൾ മറ്റ് ചോദ്യങ്ങൾ വരരുത്. അപ്പോൾ ഈ ചില സമയത്ത് ഫ്ലെക്സിബിൾ ആവും, ഇലക്ഷൻ അടുത്തുകൊണ്ടായിരിക്കും. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ മുനിസിപ്പാലിറ്റിക്ക് സെൻട്രലിൻ്റെ ഫണ്ട് വാങ്ങാൻ കഴിയുള്ളൂ. പക്ഷേ നമുക്ക് സെൻട്രലിൻ്റെ ഫണ്ട് അദ്ദേഹം പറഞ്ഞത് അമൃത് പദ്ധതി, കുടിവെള്ളമല്ല, അല്ലാതെ അമൃത് നഗരാസൂത്രണ പദ്ധതി വഴി പാലക്കാട് നഗരസഭയ്ക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് നഗരസഭ BJP ഭരിക്കുന്നതായതുകൊണ്ട് സെൻട്രലിൽ ആ പാലക്കാട് നഗരസഭയ്ക്ക് ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂത്താട്ടുകുളത്തിനും കഴിയും. ഇപ്പോൾ കൂത്താട്ടുകുളം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു കാർഷിക മേഖലയാണ്. ഇവിടെ നിരവധി വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായങ്ങളുണ്ടായിരുന്നു. അരി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുത്തരി ഉൽപ്പാദിപ്പിച്ച് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കൂത്താട്ടുകുളം. വുഡ് ഫർണിച്ചർ കൂത്താട്ടുകുളം അത്തരം ഒരു മേഖലയാണ്. ക്ഷീര കർഷകർ ധാരാളമുള്ള മേഖലയാണ്. ഇതിൻ്റെയൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഈ ചെറുകിട സംരംഭങ്ങൾ വഴി ഉൽപ്പാദിപ്പിച്ച് ഇത് മാർക്കറ്റിൽ വിപണനം ചെയ്യാൻ നമുക്ക് കഴിയും. നമുക്ക് കിഴകൊമ്പിൽ ഒരു 3.5 ഏക്കർ സ്ഥലം MVIPയുടെ ഉണ്ട്, അതിൻ്റെ അപ്പുറേ വേറെ 8 ഏക്കറും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ UDFൻ്റെ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ പാർക്കിന് ഒരു പ്രപ്പോസൽ കൊടുത്തതാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടായാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടായാലും. ഒരു കാര്യം കൂടെ പറയട്ടെ, അതിന് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കണം. ആ പ്രോജക്റ്റുമായി നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി മൂവ് ചെയ്യണം. വയബിളായിട്ടുള്ള പ്രോജക്റ്റാണ്, നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ അവരെ അത് ഫീസിബിലിറ്റി അടക്കം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഫണ്ട് ലഭിക്കും. രാഷ്ട്രീയ എതിർപ്പുകൾ ഉണ്ടായില്ല. പ്രിയപ്പെട്ട ദൃശ്യ ചാനല്, ഈ കൂത്താട്ടുകുളം നഗരസഭയിലെത്തി 2025 ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ പോരാട്ടത്തിലേക്ക് പങ്കെടുക്കാനായി നിങ്ങളിവിടെ എത്തിച്ചേർന്ന് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ നമ്മൾ ആദ്യമേ ഈ വികസന നേട്ടങ്ങൾ സൂചിപ്പിച്ച് മുൻ നഗരസഭയുടെ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ഇവിടെ ആരോഗ്യ മേഖലയിൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ വളരെ വിശദമായി പറഞ്ഞത്. 24 മണിക്കൂർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സേവനം. ഒരൊറ്റ ചോദ്യം എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, 24 മണിക്കൂർ ഡോക്ടറുടെ സേവനമൊക്കെ സംബന്ധിച്ചു ആശുപത്രിയിൽ ഉള്ള കുറച്ച് സൗകര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം മുമ്പ് വരെ ആ ഗവൺമെൻറ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഇവിടെ പ്രിൻസിപ്പൽ ജോൺ ഇവിടെ അതിന് മറ്റൊരു മറുപടിയും പറഞ്ഞു.
അവിടെ 100-150ഓളം രോഗികളെ കിടത്തി ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ജില്ലയുടെ 3 പഞ്ചായത്തുകൾ, അതായത് ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളുടെ സംഗമ കേന്ദ്രമാണ് ഈ കൂത്താട്ടുകുളം. 4 പഞ്ചായത്തുകൾ തൊട്ട് ചേർന്ന് മറ്റ് ജില്ലകളിലെ പഞ്ചായത്തുകളാണ് ചേർന്ന് കിടക്കുന്നത്. ഇവിടെ ദിനേന ഏതാണ്ട് 250 രോഗികൾ OP വിഭാഗത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് 100-180 വരെ വന്നെത്തിയിട്ടുണ്ട്. ഞാൻ ആശുപത്രിയായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ളതൊക്കെ അവിടുത്തെ ഒരു HMC മെമ്പർ കൂടിയാണ്. എനിക്ക് ചോദിക്കുവാനുള്ളത്, കഴിഞ്ഞ ഒരു 6 മാസം 1 വർഷം മുമ്പ് അവിടെ ഒരു 2 നില കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിലെ PWD ഫിറ്റ്നസ് കൊടുക്കാത്തതിനാൽ ആ കെട്ടിടം പൊളിച്ചു നീക്കി. അപ്പോൾ അവിടെ ഒരു നഗരസഭ അന്നത്തെ ചെയർമാൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ 4.5 കോടി രൂപയ്ക്ക് വളരെ മനോഹരമായൊരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, കെട്ടിടം പണി ഉടനെ ആരംഭിക്കും. ഇതിൻ്റെ പണിയല്ല, ഇത് ആ മണ്ണും കല്ലുമൊക്കെ വലിച്ചു മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി ആരംഭിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ, നഗരസഭയിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയോ അതിൻ്റെ പേപ്പറോ ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ അവിടെ MLA അനുവദിച്ച ഫണ്ട് ഉണ്ട്, ഒരു കെട്ടിടം പണിതിട്ടുണ്ട്. അവിടെ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച റോഡ് സൈഡിലുള്ള ഇപ്പോൾ പ്രവർത്തിക്കുന്ന OP കെട്ടിടമുണ്ട്. ഈ കെട്ടിടങ്ങൾ ഇപ്പോൾ അവിടെ നിലവിൽ ഒരു 10-20 പേരെ അല്ലെങ്കിൽ 30 താഴെ ആളുകൾ. ഓക്കെ, താങ്കൾ പറഞ്ഞു വരുന്നത് കിടത്തിൽ ചികിത്സിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ. അതായത് അദ്ദേഹം തുടക്കത്തിൽ ഇത്രയും സൗകര്യങ്ങൾ കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രിക്ക് ഉണ്ട് എന്ന് സമ്മതിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷം. രണ്ട് അവിടെ അദ്ദേഹം പറഞ്ഞത് ആളുകളെ കിടത്തി ചികിത്സിച്ചുകൊണ്ടിരുന്ന പഴയ ഒരു ബിൽഡിംഗ് അൺഫിറ്റായി പോയി, അത് പൊളിച്ചു നീക്കി അതിന് പകരം പുതിയ ബിൽഡിങ് പണിതിട്ടില്ല നാളിതുവരെ എന്നാണല്ലോ പറഞ്ഞത്. ആ പുതിയ ബിൽഡിംഗ് അത് പൊളിച്ചു നീക്കുന്നതിന് കുറേ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾക്ക് ശേഷം അത് പൊളിച്ചു നീക്കി പുതിയ ബിൽഡിംഗ് അവിടെ അനുവദിച്ച് അത് പണിയുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് മുൻ ചെയർപേഴ്സൺ പറഞ്ഞു എന്ന് പറഞ്ഞത് കറക്റ്റ്, 4.5 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അത് അനുവദിച്ച് കിട്ടുന്ന 4.5 കോടി രൂപയുടെ പൈസ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ ആവശ്യമായിട്ടുള്ള മിനിസ്റ്ററും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട്, ബഹുമാന്യരായ അവരുമായി ബന്ധപ്പെട്ട് അതിന് പൈസ അലോട്ട്മെൻറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്വീകരിച്ച് അതിൻ്റെ മുന്നോട്ട് കടന്നു പോകുമ്പോഴല്ലേ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ താഴെ പോകുന്നേ. അധികാരിയില്ല, ടെൻഡർ. ഞാൻ പറയാൻ സമ്മതിക്കുക ആണ്. അപ്പൊ അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരും, ആ കെട്ടിടം പണിയുക തന്നെ ചെയ്യും. എനിക്ക് 3 ചോദ്യമുണ്ട്. ഒന്ന്, ആദ്യമായിട്ട് നമ്മുടെ റോയ് എബ്രഹാം, അദ്ദേഹം കൂത്താട്ടുകുളം നഗരസഭയുടെ മുൻ ചെയർമാൻ കൂടിയായിരുന്നു. LDFന്റെ പിന്തുണയോടുകൂടി അങ്ങ് ഈ നഗരസഭയുടെ ചെയർമാനായിരുന്നപ്പോൾ പല പ്രാവശ്യം വന്ന പ്രപ്പോസൽ പല ചെയർമാന്മാരും മാറ്റിവെച്ചത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഇദ്ദേഹം കുറച്ച് സ്ഥലം മേടിച്ചു. അന്ന് പ്രൊക്യൂർമെൻറ്റ് കമ്മിറ്റിയും ഇവിടുത്തെ ഹെൽത്ത് വിഭാഗവും ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും എതിർത്തിട്ട് കൂടി ഒരു പിടിവാശി എന്ന നിലയിൽ അദ്ദേഹം ആ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് സ്ഥലം മേടിച്ചു. അന്നും അവിടെ റിപ്പോർട്ടുണ്ടായിരുന്നു, ഇവിടെ മാലിന്യ സംസ്കരണം നടത്തി കഴിഞ്ഞാൽ അത് കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഒഴുകിയെത്തും, അതുകൊണ്ട് അത് ഉപയുക്തമല്ല എന്ന്. അന്ന് UDFൻ്റെ എല്ലാ കൗൺസിലർമാരും അതിനെ എതിർത്തു. എന്നിട്ടുകൂടി അദ്ദേഹം ആ സ്ഥലം മേടിച്ചു. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് LDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇവിടെ അത് ഈ മാലിന്യ സംസ്കരണത്തിന് ഉപയുക്തമല്ല, ഒന്നിനും തന്നെ ഉപയുക്തമല്ല എന്ന് കൗൺസിൽ തീരുമാനമെടുത്തു. താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ആ സ്ഥലം പാഴായി കിടക്കുന്നു, എന്താണ് പറയാനുള്ളത്? വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഇവിടെ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി ഡംപിങ് പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റിനും ബെയിലിംഗ് യൂണിറ്റിനും 10 ലക്ഷം രൂപ ക്ലീൻ കേരള മിഷനിൽ എനിക്ക് മുമ്പിരുന്ന അന്ന് ചെയർമാനായിരുന്ന ശ്രീ ബിജു അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 1 വർഷക്കാലം കഴിഞ്ഞിട്ടും ആ പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റും ബെയിലിംഗ് യൂണിറ്റും വെക്കാൻ കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ആകെ ഉണ്ടായിരുന്ന ഡംപിങ് യാർഡിൽ നിറഞ്ഞു കിടന്ന വേസ്റ്റാണ് ഉണ്ടായിരുന്നത്. ആ വേസ്റ്റ് മാറ്റാൻ എനിക്ക് മുമ്പിരുന്ന ഒരു ചെയർമാൻമാർക്കൊട്ട് കഴിഞ്ഞുമില്ല. ആ സാഹചര്യത്തിലാണ് സ്ഥലം മേടിക്കുന്ന കാര്യം തീരുമാനിച്ചത്. തികച്ചും പ്രോപ്പറായ നിയമവിധേയമായ മാർഗത്തിലൂടെയാണ് ആ സ്ഥലം മേടിച്ചിട്ടുള്ളത്. ബഹുമാനായ ബോബൻ അതിൻ്റെ കാര്യം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു അനീഷ് എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ ബിനാമിയായി വിജിലൻസിന് പരാതി കൊടുക്കുകയും വിജിലൻസ് കോടതി താങ്കളുടെ ആരോപണം വ്യക്തമായിരിക്കണം.
കേട്ടോ. അപ്പോൾ കൊടുക്കുകയും ചെയ്തു. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റും വിജിലൻസ് കോടതിയും നിർദാക്ഷിണ്യം ആ പേപ്പർ എടുത്ത് ദൂരെ കളഞ്ഞു. 101% കറക്റ്റായും നിയമവിധേയമായും അഴിമതി രഹിതമായും വാങ്ങിയിട്ടുള്ള സ്ഥലമാണ്. ശരി, അവിടെ വെക്കാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം ഒന്നിവിടെ തൊട്ട് ഇവിടെയുള്ള ബയോഡൈജസ്റ്റർ മിഷനാണ് ഇവിടെ തൊട്ടിരിക്കുന്നത്. ഒന്ന് ഡംപിങ് യാർഡിൽ ഞാൻ വേസ്റ്റ് മാറ്റിയതിന് ശേഷം അടുത്ത കാലത്ത് ഉണ്ടാക്കിയ MCF ആണ്, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെൻ്റർ എന്ന് പറയുന്ന അവിടെ ഉണ്ടാക്കിയത്. ഒന്ന് വളരെ വിലമതിക്കാനാവാത്ത സ്ഥലമായ ടാക്സി സ്റ്റാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് ജൈവ മാലിന്യ സംവിധാനമാണ്. ഈ മൂന്ന് സംവിധാനങ്ങളും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഐസൊലേഷൻ വാർഡ് കൂടെ വന്നതോടെ അവിടെയുള്ള ഇൻസുലേറ്ററിൽ നിന്ന് പുക പറന്ന് അവിടെയുള്ള രോഗികൾ കിടക്കാനാവാൻ കഴിയാത്ത സാഹചര്യമുള്ള ആ ഇൻസുലേറ്ററും അവിടെ സ്ഥാപിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇൻസുലേറ്റർ സ്ഥാപിക്കുന്നതിന് ഉയർന്ന സ്ഥലത്ത് മാത്രമേ സ്ഥാപിക്കാൻ കഴിയൂ. അതിന് അനുമതി വാങ്ങണമെങ്കിൽ അതിന് നോംസ് ഉണ്ട്. ആ നോംസ് എല്ലാം പാലിച്ചുകൊണ്ട് 100% നിയമവിധേയമായി വ്യക്തമായി വികസന കാഴ്ചപ്പാടോടെ വാങ്ങിയിട്ടുള്ള സ്ഥലമാണ്. അതെ, ഇന്നത്തെ ഭരണസമിതി, ഇന്നത്തെ അല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഭരണസമിതി ഈ മുനിസിപ്പൽ കൗൺസിൽ തീരുമാനിച്ചു അത് ഉപയുക്തമല്ല, താങ്കളുടെ ഈ പർപ്പസിന് ഉപയുക്തമല്ല. അതേക്കുറിച്ച് എന്ത് പറയുന്നു എന്നാണ് ഞാൻ താങ്കളോട് വ്യക്തമല്ലേ ചോദ്യം വ്യക്തമായി. ആ സ്ഥലം വേണ്ട നിലയിൽ ഉപയോഗിക്കാൻ കഴിയത്തില്ലെന്നാണ് പറയുന്നത്. LDFിന്റെയും UDFിന്റെയും ആ തീരുമാനം ശരിയല്ല. സ്ഥാപിതമായ തീരുമാനം, രാഷ്ട്രീയ സ്ഥാപിതമായ തീരുമാനം മാത്രമാണ്. അവിടെയുള്ള ആളുകളുടെ ഇലക്ഷന് വരുമ്പോൾ അവിടെയുള്ള ആളുകളുടെ വോട്ട് LDFിനും UDFിനും നഷ്ടപ്പെടരുത് എന്ന നിലപാടാണ്. വികസന കാഴ്ചപ്പാടിൽ ധീരമായ നിലപാടുകൾ എടുക്കാൻ കഴിയണം. എന്നാലേ നാടിൽ വികസനം ഉണ്ടാവൂ. അടുത്ത ചോദ്യം ശ്രീ സണ്ണി കുര്യാക്കോസിനോടാണ്. ഇദ്ദേഹം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൂത്താട്ടുകുളം കുത്തരി നമ്മളിവിടെ നടപ്പിലാക്കും. ആദ്യത്തെ 3 വർഷക്കാലം ഈ കൂത്താട്ടുകുളം കുത്തരിയെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് ഒരു ബഡ്ജറ്റ് സമ്മേളനത്തിൽ പറഞ്ഞു കൂത്താട്ടുകുളം ബ്രാൻഡിൽ കുത്തരി ഇറക്കുമെന്ന് പറഞ്ഞു. കൂത്താട്ടുകുളം കുത്തരി നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിവിടെ സ്വിമ്മിംഗ് പൂൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഏതെങ്കിലും കൊണ്ടുവന്നോ? മറുപടി. കൂത്താട്ടുകുളം കുത്തരി ഇറക്കം എന്ന് ബഡ്ജറ്റിൽ പറഞ്ഞു. അത് നടപ്പാകാതിരുന്നതിൻ്റെ കാരണവും അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പം പിന്നെ ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം കൂത്താട്ടുകുളം കുത്തരി ഇറക്കും എന്ന് ബഡ്ജറ്റിൽ പറഞ്ഞു. അത് നടപ്പാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്നും അദ്ദേഹം തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ, എന്നാൽ പിന്നെ നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ. കൂത്താട്ടുകുളം കുത്തരി ഇറക്കുമെന്ന് നമ്മൾ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് പൈസ ചെലവഴിക്കുന്നതിന്, അങ്ങനെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന് നിയമപരമായി ചില തടസ്സങ്ങൾ നേരിടുന്നു എന്നുള്ളത് കൊണ്ടാണ്, DPCയിൽ നിന്ന് സാങ്ഷൻ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നടപ്പാക്കാൻ കഴിയാതെ പോയതെന്നുള്ള കാര്യം ഈ കൗൺസിലിൽ എനിക്കും ബോബനും അറിയാം. പിന്നെ ഇവിടെ വന്നത് വിമർശിക്കേണ്ട കാര്യമില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, സ്വപ്ന പദ്ധതിയാണ്. സ്വപ്ന പദ്ധതി അദ്ദേഹം പറഞ്ഞോട്ടെ, അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണ്, പറയാനുള്ള സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തെ കാര്യം, നീന്തൽക്കുളം ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് നടപ്പാക്കാൻ കഴിയാതെ പോയതെന്നാണല്ലോ ചോദ്യം. ഞാൻ നീന്തൽക്കുളം പണിയുന്നതിന് വേണ്ടിയിട്ട്, സ്ഥലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നഗരസഭയുടെ എല്ലാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ഞങ്ങൾ എല്ലാവരും സ്ഥലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശോധനയും നടത്തുമ്പോൾ ഈ ഇരിക്കുന്ന ബോബൻ വർഗീസിനോടും എൻ്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന ശ്രീ പ്രിൻസിനോടും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളോടും സ്ഥലം കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്ന് പറഞ്ഞു. 2-3 സ്ഥലം കണ്ടെത്തി. ആ കണ്ടെത്തിയ സ്ഥലം എല്ലാം പാടമാണ്. ആ പാടത്ത് ഈ നീന്തൽക്കുളം പണിയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം നീന്തൽക്കുളത്തിൻ്റെ നിബന്ധനകൾ അനുസരിച്ച് ആ നീന്തൽക്കുളത്തിൽ നിന്ന് ഉള്ള വെള്ളം മുഴുവൻ 3 മിനിറ്റും കൊണ്ട് പുറത്തു പോകണം. ആ ഒരു സാഹചര്യത്തിലാണ് നീന്തൽക്കുളം പണിയാൻ കഴിയത്തുള്ളൂ. ആയതുകൊണ്ടാണ് ആ സാങ്കേതിക തടസ്സവും ഭൂമി കിട്ടാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടും വന്ന സാഹചര്യത്തിലാണ് നീന്തൽക്കുളം നമുക്ക് യാഥാർത്ഥ്യമാകാൻ പോയത്. ഓക്കെ, ചോദ്യം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും.
നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട്ട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട്ട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട്ട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട്ട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട്ട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട്ട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Safa Groups, പത്തനാട്. സാഫ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രമുഖ ബ്രാൻഡുകളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ, ഗ്ലാസ്, പ്ലൈവുഡ്, ഡോർ ലോക്സ്, ഫിറ്റിംഗ്സ് ആൻഡ് ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ. ഏഷ്യൻ, ബർജർ, ഇൻഡിഗോ, നെറുലൈറ്റ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർഷിപ്പ്. സാഫ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഒരുക്കുന്നു ടൂൾസ്, മൾട്ടിവുഡ്, പ്ലൈവുഡ്, WPC, ഗ്ലാസ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർസ്. പവർ ടൂൾ ഉൽപ്പന്നങ്ങൾ റെന്റിൽ ലഭ്യമാണ്. സാഫ ഗ്രൂപ്പ്, സാഫ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസ്, സാഫ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്, പത്തനാട്. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, കൂത്താട്ടുകുളത്ത് 2020 ആരംഭിച്ച ESI ഡിസ്പെൻസറിയുടെ കാര്യം ഇതുവരെ ഒന്നുമാകാതെ നിൽക്കുന്നു. 2, കൂത്താട്ടുകുളം പാലാ മെയിൻ റോഡ്, ഇത്രയും ജനസഞ്ചാരമുള്ള ആ റോഡ് എന്തുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് അസൗകര്യമുള്ള രീതിയിൽ ഒരു സൈഡ് പണിതുകൊണ്ട് മറ്റേ സൈഡിൽ കൂടെ വണ്ടി വിടാതെ ഈ അമ്പലം റോഡിലൂടെ കടത്തിവിട്ട് ആ റോഡ് വളരെ മോശമായ അവസ്ഥയിലെത്താൻ കാരണം? അതുപോലെ കൂത്താട്ടുകുളം മേനാമറ്റം നെല്ലിക്കൽത്താഴം റോഡ് സുഗമമായ രീതിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന റോഡ് ഇപ്പോൾ JCB വെച്ച് പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാക്കി തീർത്തിരിക്കുന്നു. അതുപോലെ തന്നെ കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രി, നിങ്ങൾ ഭരിച്ച 2 കൂട്ടരും വളരെ വ്യക്തമായി ഗവൺമെൻറ് ആശുപത്രിയെക്കുറിച്ച് പ്രതിപാദിച്ചു. എനിക്ക് BJPയുടെ പ്രതിനിധിയോട് ചോദിക്കാനുണ്ട്, കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രി BJP അധികാരത്തിൽ വന്നാൽ ഏത് രീതിയിലുള്ള വികസനമാണ് അവിടെ നിങ്ങൾ നടത്തുവാൻ പോകുന്നത്? കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രി മറുപടി പറഞ്ഞു തീർത്തോടെ ഒരു മിനിറ്റ്. കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രി 1,70,00,000 രൂപ മുടക്കി നിർമ്മിച്ച ആ നടുക്കളത്തിൽ പുതിയതായി ഉണ്ടാക്കിയ ഐസൊലേഷൻ വാർഡുകൾ, പണ്ട് ചെറുപ്പകാലം മുതലേ കൂത്താട്ടുകുളത്ത് ഗവൺമെൻറ് ആശുപത്രിയിൽ നിരവധി ആൾക്കാരെ കിടത്തി ചികിത്സിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുഗമമായ രീതിയിൽ പണ്ട് ഉണ്ടായിരുന്ന രീതിയിലേക്ക് നമ്മൾ ഗവൺമെൻറ് ആശുപത്രി തിരിച്ചു കൊണ്ടുവരണം. അതിനുള്ള പ്രവർത്തനങ്ങൾ UDF ആണെങ്കിലും LDF ആശുപത്രിയുടെ കാര്യങ്ങൾ പറഞ്ഞതാണ്. റോഡിന്റെ നടത്തണമെന്ന് ജനങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. റോഡുമായി ബന്ധപ്പെട്ട്
അദ്ദേഹം പറഞ്ഞ റോഡ് അതിന് ആ റോഡിന് ഹൈസ്കൂൾ നെല്ലിക്കത്താഴം റോഡിന് കിട്ടിയിരിക്കുന്നത് MLA SDF ഫണ്ടാണ്. MLA SDF ഫണ്ട് ഫുള്ളായി റീടാറിങ്ങിന് ഉപയോഗിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ മിനിമം ഇത്ര % വേണേൽ റീടാറിങ്ങിന് ഉപയോഗിക്കാം. ബാക്കി പുതിയ വർക്കിനെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗത്ത് ബ്രിക്ക് ഇടാനായി ബാക്കി ആ പെർസെൻറ്റേജിൻ്റെ പരിധിയിൽ വരുന്ന രീതിയിൽ ബാക്കി റീടാറിങ്ങിനുമായിട്ടാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. ബ്രിക്ക് ഇടാനായിട്ട് അവിടെ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബ്രിക്ക് ഇടുന്ന കോൺട്രാക്ടർ തന്നെയാണ് ആ വർക്ക് എടുത്തത്. ബ്രിക്ക് ഇടുന്നതിന് വേണ്ടി പിറ്റേ ദിവസം ബ്രിക്ക് ഇടുന്നതിന് വേണ്ടി തലേ ദിവസം അവിടെ JCBക്ക് ആ സൈറ്റ് ഒരുക്കി, പഴയ ടാറിങ് കളച്ച് എടുത്ത് വേണമല്ലോ അത് ഒരുക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ച കാരണം പറയാം, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ഈ റോഡിന് ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ വെള്ളം അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് ചെല്ലും. രമാമോഹൻ ചേച്ചിയാണ്, ഞാനും അവിടെ ചെന്നതാണ്. ആ പരാതി ശരിയാണ്, ഹൈറ്റ് കൂടുമ്പോൾ വെള്ളം അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകും. അപ്പോൾ എസ്റ്റിമേറ്റ് ഒന്ന് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ വാഹനം കയറി വരുന്ന റോഡുണ്ട്. ഈ ഹൈറ്റ് കൂടുമ്പോൾ ഈ ആക്സിലേറ്റർ കൊടുത്തേ കയറി ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പീഡിൽ കയറി വരുമ്പം അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ട് കണക്കിലെടുത്തുകൊണ്ട് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാനായിട്ട് പാമ്പാക്കുട ASCയെ കൊണ്ടുവന്ന് കാണിച്ചു. ഈ കൂത്താട്ടുകുളം നഗരസഭയിൽ AE ഇല്ലാതിരുന്നത് കൊണ്ട് ആ എസ്റ്റിമേറ്റ് റിവൈസ് തയ്യാറാക്കി കൊടുക്കേണ്ടത് AE ആയിരുന്നു. ഈ AE തിങ്കളാഴ്ചയാണ് ഇപ്പോൾ ഇരിക്കുന്ന മാക്സ്വൽ എന്ന് പറയുന്ന AE വന്നത്. അദ്ദേഹം വന്ന ദിവസം തന്നെ ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു, അദ്ദേഹം കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടു. ഉടൻ തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക് ചുരുക്കി ഇന്ന് അല്ല, ചുരുക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരാതിക്കാരൻ. ഒരു പരാതി ശരിയാണ്, ആ റോഡ് വർക്ക് ചെയ്യാൻ ചെന്നപ്പോൾ അതിന് തടസ്സമായിട്ട് വന്ന അദ്ദേഹം അന്ന് പരാതിക്കാരൻ. അത് ശരിയാണ്, അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല. അദ്ദേഹം കോടതി വല്ലതും പോകണ ഒരു തെളിവ് കിട്ടാൻ വേണ്ടി ഉന്നയിച്ച രണ്ട് വാദങ്ങളും ശരിയാണ്, അത് കറക്റ്റ് ചെയ്യേണ്ട. ഇവിടെ ആ ചർച്ചയിലേക്ക് പോകണ്ട. അതായത് ഒരു ചോദ്യം മിസ്റ്റർ കുമാർ എന്നോട് ചോദിച്ചല്ലോ, അതിന് മറുപടി എനിക്ക് പറയണ്ടേ? അതായത് പാലാ റോഡ് കൂത്താട്ടുകുളം മുതൽ മംഗൾത്താഴം വരെയുള്ള റോഡിന്റെ ട്രാഫിക് തടയാൻ കാരണം എന്താണ്? അവിടെ മംഗൾത്താഴത്തുള്ള കലുങ്ക് പൂർണ്ണമായിട്ടും പൊളിച്ചിട്ട് 1.5 കോടി രൂപ മുടക്കി അമ്പലക്കുളം വഴിയുള്ള റോട്ടിൽ കൂടി വാഹനം 2 വേ തിരിച്ചുവിടാനിടയായ സാഹചര്യം എന്താണ്? ഞാൻ പറഞ്ഞോട്ടെ. കലുങ്ക് പൊളിഞ്ഞതുകൊണ്ടല്ലേ? ഞാൻ പറയട്ടെ. അദ്ദേഹം ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിന് ഞാൻ ഇപ്പൊ തന്നെ മറുപടി പറയാം. അദ്ദേഹം ഈ ബോബൻ വർഗീസ് ആ വാർഡിലെ അപ്പുറത്തെ സൈഡിലെ മെമ്പറും ഇപ്പുറത്തെ സൈഡിലെ മെമ്പർ ശ്രീ പ്രിൻസുമാണ്. ഈ മറ്റേ കലിങ്കിന്റെ 1 സൈഡ് പൊളിച്ചതിന് ശേഷം അവിടെ പണിതിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടി രണ്ട് സൈഡിൽ കൂടെയുള്ള വണ്ടി വിടാമെന്നും അവിടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പുറം പൊളിച്ച് അപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടി വിടാമെന്നും AEയും AXയും സമ്മതിച്ചിട്ട് അവരെ രണ്ടുപേരെയും ഓവർടേക്ക് ചെയ്ത് ബോബൻ വർഗീസിന്റെ നേതൃത്വത്തിൽ ഈനെ വിളിച്ചോണ്ട് വന്നിട്ടാണ് കലുങ്ക് മൊത്തമായി പൊളിച്ചത്. ഇനി അങ്ങനെ പൊളിച്ചത് ബോബൻ വർഗീസ് വിളിച്ചോണ്ട് വന്ന ഈയുടെ സാന്നിധ്യത്തിലാണ് പൊളിച്ചത് എന്നുള്ളത് കൊണ്ട് അവിടെ അന്നേരം ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. ഒരു കൊല്ലം മുമ്പ് ആ പോസ്റ്റിനടിയിൽ ഈ റോഡ് ഇങ്ങനെ പൊളിച്ചത് ശരിയാണോ എന്ന ആ പോസ്റ്റിനടിയിൽ ശ്രീ പ്രിൻസ് ഇട്ട കമന്റ് എന്താണ്? എനിക്കിതിൽ പങ്കില്ല, തെറ്റാണ് എന്നല്ല ഇട്ടത്, ഞങ്ങളല്ല ഇട്ടത്. വ്യക്തിപരമായി വന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മറുപടി പറയാൻ കൊടുക്കാം. മൈക്ക് തരാം. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഏകദേശം ആദ്യം തന്നെ സംസാരിച്ചു, ഏകദേശം 4 കൊല്ലവും 9 മാസവും ഇവിടെ LDF ഭരിച്ചു. അതിനുശേഷം എന്ത് വികസനമാണ് കൊണ്ടുവന്നതെന്നൊക്കെ ഇവിടെ ചോദിക്കുന്നത് കേട്ടു.
ഈ 5 ബഡ്ജറ്റ് ഇവരെന്ത് ഉദ്ദേശിച്ചാണ് ആ രീതിയിലൊരു ഭരണ അട്ടിമറി ഇവിടെ നടത്തിയെന്നുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഈ 5 ബഡ്ജറ്റും അവതരിപ്പിച്ചത് LDF ആണ്. ഇവിടെ ഒരു വികസന രേഖ മുമ്പോട്ട് വെച്ചത് LDF ആണ്. ഇവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പരിപാടി എന്ന് പറഞ്ഞാൽ എട്ടുകാരി ബമ്മൂജിൻ്റെ ഒരു പ്രകസനമാണ് ഇവിടെ കൂത്താട്ടോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുട്ടിന് ഉദ്ഘാടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം 5 ബഡ്ജറ്റും അവതരിപ്പിച്ചത് ഇവിടെ LDF ഭരണസമിതിയാണ്. ഇതിനുശേഷം അധികാരത്തിലൂടെ ഈ രീതിയിലുള്ള ഒരു നിലപാട് ഇവിടെ എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രകസനമായിട്ട് തോന്നിയത് ഇവിടെയുള്ള പൊതുജനങ്ങളെല്ലാവരും കണ്ടത് ഇവിടെ ഒരു പൊതു ശ്മശാനം ഇവിടെയുണ്ട്. ആ പൊതു ശ്മശാനത്തിൻ്റെ ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് ഉദ്ഘാടനം ചെയ്തവർ ഒരു ഇതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഈ രീതിയിലുള്ള പ്രസംഗം ഇവിടെ നടത്തും. ഇന്ന് അതിനുശേഷം ഒരു ബോഡിയെ കത്തിച്ചോളെന്നാണ് പറഞ്ഞത്. അതിനുശേഷം 1.5 മാസമായിട്ട് അത് പ്രവർത്തിക്കാതെ അവിടെ നിൽക്കുക. അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടെ പറയട്ടെ, ഇത്ര വലിയ വികസനത്തിൻ്റെ കാര്യമൊക്കെ പറയണം ചേട്ടന്മാർ. ഈ തൊട്ടപ്പുറം ഒരു സഹകരണ ആശുപത്രി ഉണ്ട്. 10-12 കൊല്ലമായി അത് കിടക്കുന്ന അവസ്ഥ എന്നാന്നുള്ളത് ദൃശ്യാറ്റി ചാനലിൻ്റെ ആൾക്കാർ തന്നെ പോകുമ്പോൾ ഒന്ന് എടുത്തിട്ട് പോകണം. ഇത്രയും വലിയ വികസന ആശുപത്രിയുടെ കാര്യമൊക്കെ പറയണത് എന്താണ് നിലവിൽ അതിൻ്റെ അവസ്ഥ എന്നും കൂടെ ഒന്ന് പറയാം. ഈ ഭരണം മാറിയത് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ച് റെജി മറുപടി പറയും. ആശുപത്രി ഇല്ല, ആശുപത്രിയും ക്രിമറ്റോറിയവും ഞാൻ പറയാം. അല്ല, ഒരാൾ പറഞ്ഞാൽ മതി. UDF മറുപടി പറയും. സഹകരണ ആശുപത്രിയുടെ കാര്യം പറഞ്ഞാൽ ഈ പറഞ്ഞു വരുന്നവർ മലന്നു കിടന്ന് തുപ്പുന്നതായിരിക്കും. എത്രയൊക്കെ അപാധകൾ ഉണ്ടായാലും എത്രയൊക്കെ പരാതികൾ ഉണ്ടായാൽ പോലും അതൊരിക്കലും UDFകാർ അടച്ചു പൂട്ടിയിട്ടില്ല, കോൺഗ്രസ്സുകാർ അടച്ചു പൂട്ടിയിട്ടില്ല. ഒരു സെക്കൻഡ്, എൻ്റെ ഇടത് സൈഡിൽ നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും കൂടി കുതിരക്കച്ചവടം നടത്തി വർദ്ധ ബഹുമാനപ്പെട്ട ശ്രീ റോയി അബ്രഹാം ഇവിടെ ചെയർമാനായിരുന്നപ്പോൾ നടന്ന കാര്യങ്ങൾ ഞാൻ അത് പറയേണ്ട ആവശ്യമില്ല. അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ എത്ര എതിർത്താലും കൂത്താട്ടുകുളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങളെക്കാൾ കൂടുതൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് അറിയാം. പിന്നെ രണ്ട് തന്നെ പറയാം. ശ്രീമതി കലാരാജുവിന്റെ കാര്യം അത് ഞാൻ ഒന്നോടെ പറയണോ? ഈ ലോകത്തിന് മുമ്പ് ശ്രീമതി കലാരാജു വിളിച്ചു പറഞ്ഞതാണ്. അത് ഇനി ഞാൻ ഒന്നോടെ പറയണോ? ഇനി പറയാം. ചേട്ടാ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞന കുത്തര പരിപാടി ചേട്ടൻ പണ്ടേ ഉള്ളതാ. അത് ചേട്ടൻ നിർത്ത്. ചേട്ടൻ മറുപടിയായിട്ട് വർത്താനം പറ. ഇവിടുത്തെ സഹകരണ മറുപടി പറയുന്നതിന്റെ ഭാഷ ചോദ്യം ചോദിക്കാലോ. ഞങ്ങളാരും സഹകരണ ആശുപത്രി ഭരിച്ചിട്ടില്ല. കൂത്താട്ടുകുളത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഹകരണ ആശുപത്രി ഇല്ല. സഹകരണ ആശുപത്രി രൂപീകരിച്ചതും സഹകരണ ആശുപത്രി ഭരിച്ചതും സഹകരണ ആശുപത്രി ഭരിച്ചതും കോൺഗ്രസ് പാർട്ടിയാണ്. പിന്നെ ഞങ്ങൾ എന്താ കോൺഗ്രസ് പാർട്ടി ഭരിച്ച ഒരു സ്ഥാപനം കോൺഗ്രസ് പാർട്ടി കട്ടുപിടിച്ച് അടിച്ചു മുട്ടിയാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. 2015 കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയായി രൂപീകരിക്കുന്നത്. ഏകദേശം 14,000 പരം വോട്ടർമാർ ഇവിടെ ഉള്ളൂ. 15 മുതൽ 19 വരെ 15 മുതൽ 19 വരെ ഈ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ്സാണ് ഭരിച്ചത്. 3 ചെയർമാൻമാർ, 4ാമതൊരാളോട് എഗ്രിമെന്റ് വെച്ചിരുന്നു. അധികാരത്തിന് വേണ്ടി തമ്മിൽ തല്ലി ഒരു കൊച്ചു നാടിന്റെ വികസനത്തെ പിന്നോട്ടടിച്ചു. ഇനിയും വീണ്ടും ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിടുക. വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പം തന്നെ തുടങ്ങി. ഇത് തന്നെയാണ് അവസ്ഥ. ഇവർ നാടിനെ ഇങ്ങനെ പിന്നോട്ടടിച്ച് നശിപ്പിച്ച് കളയുക എന്നുള്ള തന്ത്രമാണ് UDF 2015 മുതൽ 2019 വരെ ഈ കൂത്താട്ടുകുളത്തിന് കാണിച്ചു തന്നത്. ഇപ്പം പ്രിൻസ് തന്നെ ഇവിടെ പറഞ്ഞു, കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ LDF നടപ്പിലാക്കിയ വികസനത്തെ സംബന്ധിച്ച് സഖാവ് സണ്ണി കുര്യാക്കോസ് സൂചിപ്പിച്ച പ്രിൻസ് പറഞ്ഞു ഇതൊക്കെയാണ് വികസനം, ഇത് വേണ്ടായിരുന്നു എന്നുള്ള സൂചനയാണ് പരോക്ഷമായി നൽകിയത്. കാരണം 24 മണിക്കൂർ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ദൈർഘിപ്പിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതിയാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ് ഇതിൻ്റെ പ്രയോജനം. അത് വേണ്ടായിരുന്നു എന്നാണോ പ്രിൻസ് ഉദ്ദേശിച്ചത്? ലാബ് കൊണ്ടുവന്നത് വേണ്ടായിരുന്നു എന്നാണോ പ്രിൻസ് ഉദ്ദേശിച്ചത്? വികസനമല്ല. ചോദ്യം മറുപടി പറഞ്ഞോ. ചോദ്യം പ്രിൻസിനോട് തന്നെയാണ്. ചോദ്യം പ്രിൻസിനോട് തന്നെയാണ്. ലാബ് കൊണ്ടുവന്നത് വേണ്ടായിരുന്നു, വികസനമല്ല എന്നാണോ പ്രിൻസിന്റെ നിലപാട്? എക്സ്റേ സംവിധാനം കൊണ്ടുവന്നു വേണ്ടായിരുന്നു എന്നാണോ പ്രിൻസിന്റെ നിലപാട്? വേണ്ടായിരുന്നു എന്നാണെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. വികസനം അല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. അവിടെ ഒരു മാതൃശിശു സംരക്ഷണ കേന്ദ്രം വന്നു. സ്വാഭാവികമായിട്ടും അവിടെ കിടത്തി ചികിത്സിക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കിടത്തി ചികിത്സിക്കാം. എന്നാൽ അതിൻ്റെ നിർമ്മാണത്തിൽ അപാകത അതിന് ഉതകുന്നതായിരുന്നില്ല. അവിടെ ഒരു ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്താൻ അന്ന് തയ്യാറായില്ല. ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിക്കുമ്പോൾ അത് എങ്ങനെയാണെന്ന് മുടക്കേണ്ടത് എന്നതിനുള്ള സംബന്ധിച്ച് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വമെങ്കിലും ചുരുക്കി അതാണ് ഒരു നാടിനെ പിന്നോട്ടടിക്കുന്ന സമയം എടുക്കാതെ പറയണേ മറുപടി.
ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ 24 മണിക്കൂർ ഡോക്ടറെ സൗകര്യമോ കൊണ്ടുവന്നതിനോ ലാബ് കൊണ്ടുവന്നതിനോ ഞാൻ എതിര് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് 24-25 ബഡ്ജറ്റിൽ ഇദ്ദേഹം പറഞ്ഞു ആശുപത്രിക്ക് പുതിയ IP ബിൽഡിംഗ് പണിയുമെന്ന് പറഞ്ഞു. അത് പണിതോ എന്ന് സണ്ണി കുര്യാക്കോസ് ഒന്ന് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് റോഡിൻ്റെ കാര്യം പറഞ്ഞു. റോഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യക്തിപരമായിട്ട് അദ്ദേഹം എൻ്റെ പേരെടുത്ത് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ധാരണ എന്താ, ഞാനാണ് ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി. ഇവിടെ 4 ദിവസം മുമ്പാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും പൊളിച്ചു കെട്ടുകയാണ്, അപ്പോൾ ട്രാഫിക് ഇന്ന രീതിയിൽ നിയന്ത്രിക്കണം എന്നും പറഞ്ഞ് ഓർഡർ കൊടുത്തത് അന്ന് ഈ സണ്ണി കുര്യാക്കോസ് വൈസ് ചെയർമാനും ഈ ഇരിക്കുന്ന വിജയശിവൻ ചെയർമാനുമായിരിക്കുന്ന ഈ നഗരസഭയുടെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്തത് ഞാനാണോ? അതിനുശേഷം എല്ലാ പത്രങ്ങൾക്കും കൊടുത്തിരുന്നു. 4 ദിവസത്തെ സമയം കൊടുത്തിട്ട് PWD അധികാരികൾ പൊളിച്ചു പണിതു. കാരണം 1,20,00,000 രൂപ മുടക്കി മുഖ്യമന്ത്രി പിണറായി ആ റോഡ് നിർമ്മിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്ത് 8ാം ദിവസം തകർന്നു പോയ റോഡിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. 8ാം ദിവസം തകർന്നു പോയ റോഡിനെ കുറിച്ച്. എന്നിട്ട് കലുകൊക്കെ പൊടിഞ്ഞു താഴേക്ക് പോയി കംപ്ലീറ്റ് വീഡിയോ ഞാൻ വേണം ഇട്ട് തരാം. അതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പം കേരള സംസ്ഥാനം ഭരിക്കുന്നത് കൗൺസിലറാണോ, കൗൺസിൽ ബോബനാണോ, അതോ ഇവിടുത്തെ PWD? അതായത് ഇപ്പൊ ബോബൻ വർഗീസ് ഈ കൂത്താട്ടുകുളത്ത് ഈ ഇത്രയും കേട്ടോണ്ടിരിക്കുന്ന ആൾ, ഞാൻ വ്യക്തിപരമായി പേര് പറയുന്നില്ല, പേര് വഹിച്ചു, ഈ ഇത്രയും പേര് അല്ല പേര് പറയുന്നില്ല ഞാൻ എന്ന് ഈ കേട്ടോണ്ടിരിക്കുന്ന ഇത്ര ആളുകള് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഈ മങ്ങൾക്കാഴത്തെയും കൂത്താട്ടുകുളത്തെയും ജനങ്ങൾക്ക് മൊത്തം അറിയാവുന്ന വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. നേരിന്റെ മാർഗം, നേരിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞില്ല. ആ വസ്തുതയ്ക്ക് അദ്ദേഹം നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അതിന് 3 ഷെയർ കിട്ടി. ഞാൻ ഇട്ട മറുപടിക്ക് 51 ഷെയറാണ് കിട്ടിയത്. അപ്പൊ തന്നെ നാട്ടുകാരുടെ കാര്യം പറയണ്ട. ഇനി അടുത്തത് സഹകരണ ആശുപത്രിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അല്ല, സഹകരണ ആശുപത്രിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ലാസ്റ്റ് അല്ല, അതിനുശേഷം വീണ്ടും ഒരു സെക്രട്ടറി കൂടെ വന്നു. അതിനുശേഷമാണ് നിങ്ങളുടെ LDFന്റെ നേതൃത്വത്തിലുള്ള അഡ്ഹോക് കമ്മിറ്റി വന്നത്. 5.5 കോടി രൂപ നഷ്ടത്തിൽ കടന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റായിട്ട് ശ്രീ ജോണി നെല്ലൂരും ഓണററി സെക്രട്ടറി ആയിട്ട് ഞാനും ഉൾപ്പെടെയുള്ള ഭരണസമിതി അധികാരത്തിൽ കയറി ഞങ്ങൾ ഇത് പുനരുദ്ധരിക്കാൻ മറ്റു മാർഗമൊന്നും ഇല്ലെന്ന് കണ്ട് ഒരു മാട്രിക്സ് എന്ന കമ്പനി, ഒരു മാട്രിക്സ് എന്ന കമ്പനിയെ കൊണ്ട്, അമേരിക്കൻ കമ്പനിയെ കൊണ്ടുവന്ന് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് അതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് നിങ്ങളുടെ സപ്പോർട്ടിലിരുന്ന ചെയർമാനാ. മറുപടി സമയക്കുറവുണ്ട്, സമയക്കുറവുണ്ടെന്ന് ആ മറുപടി പറഞ്ഞ മറുപടി തരാം. ഇവിടെ 2 പേർ കൊടുത്തു ചോദ്യമായി ചോദിക്കാവുള്ളൂ, മറുപടി പറയൂ. കൂത്താട്ടുകുളത്തെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റല് അതിന് തുടക്കം മുതൽ അവസാനം വരെ ഭരിച്ചത് UDF-ഉം കോൺഗ്രസുമാണ്. നിങ്ങൾ ഓർക്കണം, തുടക്കം മുതൽ ഒടുക്കം വരെ അല്ല, അതിനു മുമ്പ് ഒരു അങ്ങയുടെ പിതാവായിരുന്നു കൂടെ ഓർക്കണം. ആ ഹോസ്പിറ്റൽ അവസാന കാലത്ത് വെറും ക്ലിനിക്ക് മാത്രമായിരുന്നതിന് മാത്രമല്ല, അവിടെ ബഹുമാനപ്പെട്ട ഈ ചോദ്യം ചോദിച്ച ആളുകൾ ഉൾപ്പെടെ അവിടെ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കൽ മാത്രമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ ഉണ്ടായ ഈ അവിടെയുള്ള സ്റ്റാഫിന്റെ ഒരു സ്റ്റാഫിന്റെ ഭർത്താവ് വൈറ്റക്കുളത്തുള്ള ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഹൈക്കോടതിയിൽ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഹോസ്പിറ്റല് അടച്ചുപൂട്ടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത്. അതിന് ഫയർ ഡിപ്പാർട്ട്മെന്റ് സാങ്ഷൻ കിട്ടാൻ മാർഗം ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ആ ഹോസ്പിറ്റൽ അടയാനിടയായ സാഹചര്യം. ചോദ്യമായി ചോദിക്കണം, അല്ല പ്രസംഗിക്കരുത്. ചോദ്യം സണ്ണികുര്യാക്കോസിനോടാ. അതായത് നിങ്ങൾ ഏറെ കൊട്ടിഘോഷിച്ച ലൈഫ് പദ്ധതിയുടെ ഫ്ലാറ്റ് നിർമ്മാണം എവിടം വരെ എത്തി? അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ. അതായത് 2023-24 ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞു ഇവിടെ കൂത്താട്ടുകുളം കുത്തിരിയുടെ കാര്യം പറഞ്ഞു. അല്ലല്ല, സാമാന്യ യുക്തിക്ക് നിരക്കാത്ത മറുപടി അദ്ദേഹം പറയുന്നത്. ഒരു വ്യക്തതയില്ല. എങ്ങനെയാണ് ഒരു പദ്ധതി നമ്മൾ രൂപീകരിക്കുമ്പോൾ എങ്ങനെയാ അതിന്റെ എല്ലാ വശങ്ങളും നോക്കിയ ടെക്നിക്കലും എല്ലാ കാര്യം നോക്കിയിട്ടാണ് ഒരു പദ്ധതി രൂപീകരിക്കുന്നത്, ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നത്. ഇതൊന്നും ഇല്ലാണ്ട് ചുമ്മാ വന്നേച്ച് പറയാണ് 3 മിനിറ്റിനുള്ളിൽ
3 മിനിറ്റിനുള്ളിൽ വെള്ളം ഒഴുകി കളയണം. ഞാൻ പറഞ്ഞോട്ടെ ഇങ്ങനെയുള്ള മറുപടി ഇതാണ് മനസ്സിലായി. ചോദിച്ച കാര്യം ചോദിച്ച മനസ്സിലായി. അല്ല ഇങ്ങനെ രണ്ട് ഇനിയുണ്ടോ? ഉണ്ട്. നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ പോസ്റ്റ്മോർട്ടം എവിടം വരെ എത്തി? ഈ കൂത്താട്ടുള്ള ഗവൺമെന്റ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം ഉടനടി ആരംഭിക്കുന്ന എല്ലാ കൗൺസിലിലും പറഞ്ഞുകൊണ്ടിരുന്നതാണ് അദ്ദേഹം. മറുപടി. അതായത് ലൈഫ് പാർപ്പിട സമുച്ചയം എന്തുകൊണ്ടാണ് പണിയാൻ കഴിയാത്തതെന്നാണല്ലോ മിസ്റ്റർ ഭാസ്കരൻ ചോദിച്ചത്. ആ ലൈഫ് പാർപ്പിട സമുച്ചയത്തിന് സ്ഥലം കൈമാറാൻ, ആ കൈമാറുന്ന കാലഘട്ടത്തിൽ സ്ഥലം അതല്ലെങ്കിൽ അനുവദിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളായിരുന്നില്ലല്ലോ ചെയർമാൻ. ആ അനുവദിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ UDFന്റെ ഭരണസമിതിയായി. UDFന്റെ ഭരണസമിതി ഏത് സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ ലൈഫ് പാർപ്പിട പദ്ധതിക്ക് ഏത് സ്ഥലമാണ് കൈമാറിയത്? നിങ്ങൾ പറ. ഇവിടുത്തെ ഏക്കാലത്തെയും മറക്കാനാവാത്ത നേതാവ് സഖാവ് M. ഫിലിപ്പ് ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വാങ്ങിയ സ്ഥലം പിന്നീട് അവിടെ ആളുകൾക്ക് 5 സെന്റും 2 സെന്റും 3 സെന്റും കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് വാങ്ങിയ സ്ഥലം പുറമ്പോക്കാക്കി മാറ്റി. ആ മാറ്റിയ സ്ഥലം ഗവൺമെന്റിന്റെ ഉടമസ്ഥയിൽ പുറമ്പോക്കായി കിടക്കുകയാണ്. നഗരസഭയ്ക്ക് ഫണ്ട് അനുവദിച്ചാൽ നഗരസഭ എങ്ങനെ കിഫ്ബിക്ക് സ്ഥലം കൈമാറും? അദ്ദേഹത്തിന്റെ വാർഡാണല്ലോ. അല്ല, അദ്ദേഹത്തിന്റെ വാർഡാണല്ലോ. മനസ്സിലാക്കുന്നില്ല. കിഫ്ബിക്ക് സ്ഥലം കൊടുക്കാൻ നഗരസഭയുടെ കയ്യിൽ പണമുണ്ടോ? ചോദ്യമായി മാത്രം. പ്രിയപ്പെട്ട സണ്ണിയോടാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ കൂത്താട്ടുകുളത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൂത്താട്ടുകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, അതോടൊപ്പം തന്നെ പിറവത്ത് അനുവദിച്ചിരുന്ന കോടതി ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൂത്താട്ടുകുളത്തെ കോടതി നിർത്തലാക്കിയതിൻ്റെ സാഹചര്യം എന്താണ്? മറ്റൊരു ചോദ്യം, നമ്മുടെ കൂത്താട്ടുകുളത്തെ കായിക പ്രേമികളുടെ വലിയ സ്വപ്നമായിരുന്ന കൂത്താട്ടുകുളം സ്റ്റേഡിയം, അതിൻ്റെ വികസനത്തിന് MLA പറയുന്നത് എത്ര കോടി രൂപ വേണമെങ്കിലും നൽകാമെന്നാണ്. അതിന് ഉള്ള മാസ്റ്റർ പ്ലാൻ നമ്മുടെ കൂത്താട്ടുകുളം നഗരസഭ LDF ഭരണകാലത്ത് നൽകിയിട്ടുണ്ടോ? എന്താണ് മറുപടി? സുഹൃത്തെ, ചോദിച്ചത് നന്നായി. അതായത് ഈ കോടതി ഇവിടെ നിന്ന് താൽക്കാലികമായി അനുവദിക്കപ്പെട്ട കോടതിയുടെ പരിധി എന്ന് പറയുന്നത് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനായിരുന്നു. ആ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന കേസുകളാണ് ഈ കോടതിയിൽ വിചാരണ ചെയ്തുകൊണ്ടിരുന്നത്. ഈ വിചാരണ ചെയ്തുകൊണ്ടിരുന്ന കേസുകൾ പരിമിതമായി ബാർ അസോസിയേഷനും മറ്റും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴയും നിരവധി കോടതികളുണ്ട്. ഇവിടെ ഈ കോടതിയിൽ വരികയും എന്നാൽ ആ കോടതിയിൽ ആവശ്യത്തിന് കേസില്ലാതെ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ആ രൂപത്തിലുള്ള ഒരു ഇടപെടൽ വന്നത്. ആ രൂപത്തിലുള്ള ഇടപെടൽ വന്നപ്പോൾ ഇവിടെ ഒരു MLA ഉണ്ടല്ലോ, ഞങ്ങളുടെ പാർട്ടി അല്ലല്ലോ MLA. ആ MLA ഈ കോടതി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിൽ എന്ത് സമ്മർദ്ദമാണ് ചെലുത്തിയത്? ഞങ്ങൾ 1000 വട്ടം പറഞ്ഞല്ലോ ഈ കോടതി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തണം, അതിന്റെ മറ്റേതെങ്കിലും മാർഗം സ്വീകരിക്കണം. ഞങ്ങൾ ആവശ്യപ്പെട്ടല്ലോ. എന്തെങ്കിലും സഹായം ചെയ്തോ? ഒരു സഹായം ചെയ്തില്ലല്ലോ. പിന്നീട് ഞാൻ MLA നടത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയാം. കോടതിയുമായി ബന്ധപ്പെട്ട് അതാണ് പറയാനുള്ള. സ്റ്റേഡിയത്തിന്റെ കാര്യത്തിനകത്ത് ഈ ഞങ്ങൾ ഇരുന്ന കാലഘട്ടത്തിൽ അവിടെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം, മറ്റതിൻ്റെ അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആ സ്റ്റേഡിയം ഡെവലപ്മെന്റ് ചെയ്യണമെന്ന് തന്നെയാണ് അഭിപ്രായം. ഡെവലപ്പ് ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്നത് MEIPയുടെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. പൊളിച്ചു കളഞ്ഞാൽ 1500 രൂപ മാത്രം കിട്ടുന്ന ഒരു ബിൽഡിങ്. ആ ബിൽഡിങ്ങിന് വാല്യുവേഷൻ ഇട്ടപ്പം റേറ്റ് കൂടുതലായി പോയി എന്നുള്ളത് കൊണ്ട് സാങ്കേതിക പ്രശ്നം ഉണ്ടായി എന്നുള്ള കാര്യം എനിക്കും എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന ഫ്രണ്ട്സിനും ഭാസ്കരനും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാലോ സാങ്കേതിക പ്രശ്നം എന്തായിരുന്നു. പിന്നെ അതൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ചോദിച്ചോളൂ. ഓഫീസ് ബിൽഡിങ്ങിന്റെ കാര്യമൊക്കെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. നമ്മുടെ ഓഫീസ് ബിൽഡിങ്ങിനായിട്ട് കാണിച്ചു കൊടുത്ത സ്ഥലം, അതിൻ്റെ രേഖകളുണ്ടായിരുന്നോ? അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് അറിഞ്ഞിട്ടാണോ ഇത് കൊണ്ടുവന്നത്? അതിനുവേണ്ടി കൊണ്ടുവന്നയാളാണല്ലോ പ്രിൻസിപ്പൽ ജോൺ. അദ്ദേഹത്തിന് ശേഷം വന്ന 2 ചെയർമാൻമാർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രണ്ടാമത്, ഞങ്ങളെ കാലുമാറ്റത്തിലൂടെ താഴെ ഇറക്കിയെന്നിവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു. കാലുമാറ്റത്തിലൂടെ താഴെ ഇറക്കിയതിന് ശേഷം ഇപ്പോൾ 3 മാസം പൂർത്തിയാകുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ, ഉദ്ഘാടനം ചെയ്യുന്നതല്ലാതെ എന്ത് പുതിയ പദ്ധതി ഈ നാടിന് വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞങ്ങളുടെ പദ്ധതികൾ ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്യുകയും അത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്ന കുറേ ആളുകളുടെ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത്. അതിൻ്റെ മറുപടി പറഞ്ഞാക്കൊള്ളാം. ഈ കൂത്താട്ടുകുളം നഗരസഭാ കാര്യാലയത്തിൻ്റെ കാര്യമാണ് മുൻ ചെയർപേഴ്സൺ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നഗരസഭാ കാര്യാലയം പണിയുന്നതിനുള്ള സ്ഥലം വിട്ടു നൽകിയത് പ്രൈവറ്റ് KSRTC ബസ് സ്റ്റാൻഡിന് അപ്പുറത്തുള്ള ഇപ്പോൾ എക്സിബിഷനൊക്കെ നടക്കുന്ന ആ സ്ഥലമാണ്. ആ സ്ഥലം വിട്ടു നൽകിയപ്പോൾ
ആ സമയത്ത് ഈ നഗരസഭ അല്ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആർജിക്കുന്ന സ്ഥലം ആധാരം ചെയ്ത് പോക്കുവരവ് ചെയ്ത് നഗരസഭയുടെ അധീനതയിൽ വരണമെന്ന നിർബന്ധം ആ സമയത്തില്ല. 2020 ഫെബ്രുവരി 10 ശേഷമാണ് ആ ഉത്തരവ്. സറണ്ടർ ചെയ്ത് കൊടുത്താൽ പോലും അവിടെ പണിയാം. ഈ മുൻ ചെയർപേഴ്സൺ വിജയശിവൻ പറഞ്ഞതിൻ്റെ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ സബ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ പറയാമെന്ന്. അവർ പറഞ്ഞു അവിടെ പണിയാൻ ആ സമയത്ത് കഴിയില്ലായിരുന്നു എന്ന്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, പണിയാൻ കഴിയില്ലെങ്കിൽ പിന്നെ അതേ ആധാരത്തിലെ സ്ഥലമാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ്. അതെങ്ങനെയാണ് പണിത്? 2010 ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ കൊടുത്ത പൈസയ്ക്ക് അവിടെ ബിൽഡിംഗ് പണിത്, SC ബിൽഡിംഗ് പണിതിട്ടുണ്ടല്ലോ ഷോപ്പിംഗ് കോംപ്ലക്സിൽ. അതെങ്ങനെയാണ് പണിത്? ആ സമയത്തെ റൂൾ അനുസരിച്ച് അത് ഞാൻ പറയട്ടെ, ബിൽഡിംഗ് പണിയാൻ കഴിയില്ലെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് എങ്ങനെ പണിതു? അപ്പം ആ സമയത്ത് സറണ്ടർ ചെയ്ത സ്ഥലം പോലും നഗരസഭയുടെ ആസ്തിയിലുണ്ടെങ്കിൽ അവിടെ ബിൽഡിംഗ് പണിയാൻ കഴിയും, അതിന് ഫണ്ടും കിട്ടും. പിന്നീട് 2020 ഫെബ്രുവരി 10 ശ്രീമതി വിജയശിവൻ പറഞ്ഞ നിയമം നിലവിൽ വന്നത്. 2020 ഫെബ്രുവരി 10 ആ നിയമം നിലവിൽ വന്നതിന് ശേഷം മുൻകൂട്ടി ആർജിച്ച സ്ഥലത്തിനും അത് പ്രാവർത്തികമാണെങ്കിൽ ആ പേപ്പർ വർക്ക് ക്ലിയർ ചെയ്യേണ്ട 2020 ഫെബ്രുവരി 10 ശേഷം കൂത്താട്ടുള്ള നഗരസഭ ഭരിക്കുന്ന ആളുകളാണ്. വെങ്കളത്തെ വിവരം ഇവിടെ പറഞ്ഞു, വെങ്കളത്ത് സ്ഥലം ഉണ്ടായിരുന്നു എന്ന്. വെങ്കളത്ത് സ്ഥലം ഇല്ലെങ്കിൽ എന്തിനാ ഇവിടെ ഈ LDF ഗവൺമെന്റിന്റെ 1ാം വാർഷികത്തിൽ അതിന് തറക്കല്ലിടാൻ പറഞ്ഞ് തറക്കല്ലിട്ടല്ലോ. ഇവരുടെ MLA അടക്കം പങ്കെടുത്തല്ലോ, കോതമംഗലം MLA ആന്റണി ജോൺ അടക്കം പങ്കെടുത്തല്ലോ. പിന്നെ തിരുവനന്തപുരത്ത് മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞത് പ്രകാരമാണ് ഇവിടെ ഉദ്ഘാടനം നടത്തിയത്. ആ സ്ഥലം അപ്പോഴും കൊടുക്കാൻ അനുയോജ്യമല്ലെങ്കിൽ അല്ലെ രേഖകളില്ലെങ്കിൽ എന്തിനാണ് രണ്ടാമത് ഉദ്ഘാടനം നടത്തിയത്? LDF ഒന്നോ രണ്ടോ പേർ കൂടെ ചോദ്യങ്ങൾ ചോദിക്കാം. രണ്ടാമത് ഉദ്ഘാടനം നടത്തിയില്ല, റോയ് ചെയർമാൻ. ആരോടാണ്? എല്ലാവർക്കും നമസ്കാരം. ഒരു ക്വസ്റ്റ്യൻ. എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട സണ്ണി കുര്യാക്കോസിനാണ്. ഒരു ചോദ്യം, കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കുന്ന ESI കോർപ്പറേഷൻ നടപ്പിലാക്കാവുന്ന പദ്ധതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടും ഈ 4.25 വർഷക്കാലം ഈ മുനിസിപ്പാലിറ്റി ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ മുനിസിപ്പൽ ഭരണം എന്തുകൊണ്ടാണ് ആ ESI ഹോസ്പിറ്റലിൽ കൊണ്ടുവരാതിരുന്നത്? 2, ഈ ഇൻഫന്റ് ജീസസ് റോഡ് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ ഈ 4.25 വർഷമായിട്ട് പരിഹരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ശുദ്ധജലം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളുടെ വീടുകളിൽ കോളനികളിൽ വെള്ളം എത്തിക്കാവുന്ന പദ്ധതി അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ഈ ഇൻഫന്റ് ജീസസ് പോലുള്ള കുടിവെള്ളം സമയം പോയി. കുടിവെള്ളം എത്തിച്ചിട്ടില്ല. അതിന്റെ കാരണം ESI ആശുപത്രി ESI ആശുപത്രി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പേപ്പർ മുനിസിപ്പാലിറ്റി വന്ന ആ നിമിഷം മുതൽ ESI ആശുപത്രിയുടെ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി നിരന്തരമായി സംസാരിക്കുകയും ESI ആശുപത്രിക്ക് അനുയോജ്യമായിട്ടുള്ള ആ കെട്ടിടം വേണമെന്ന് ആവശ്യപ്പെടുകയും അനുയോജ്യമായിട്ടുള്ള കെട്ടിടം നമ്മുടെ ഗുഡ്വിൽ ആശുപത്രി അവരെ കൊണ്ട് കാണിക്കുകയും ആ ഗുഡ്വിൽ ആശുപത്രി കാണിച്ചതിന് ശേഷം അത് തൃപ്തികരമാണ് എന്ന് പറഞ്ഞ് അവർ പോവുകയും ചെയ്ത് അതിൻ്റെ അനന്തര നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുന്ന അവസരമായിരുന്നു. ആ അവസരത്തിൽ അതിന്റെ പൂർണ്ണതയിലെത്താൻ സമ്മതിക്കാതെ പോയത് ഞങ്ങളുടെ കുഴപ്പമല്ല. ESI ആശുപത്രി കൂത്താട്ടുകുളത്ത് വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് കൊണ്ടുവരുന്നതിന് ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ നീക്കാൻ അതിന് പുറകെ സഞ്ചരിച്ചവരാണ് ഞങ്ങൾ. ആ തടസ്സങ്ങൾ നീക്കും. ആ ESI ആശുപത്രി കൂത്താട്ടുകുളത്ത് കൊണ്ടുവരും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ESI ആശുപത്രി കൂത്താട്ടുകുളത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. എനിക്ക് 2 ചോദ്യമാണ് ഈ പറഞ്ഞതല്ല അതുമായിട്ട് ബന്ധപ്പെട്ട റോഡിന്റെ അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഇൻഫന്റ് ജീസസ് സ്കൂളിന്റെ അങ്ങോട്ട് പോകുന്ന റോഡ് റീടാർ ചെയ്തിട്ടുണ്ട്. അതിന്റെ സൈഡില് ഐറിഷ് വർക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഐറിഷ് വർക്ക് നടത്താനുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അത് ഐറിഷ് വർക്ക് നടത്തുന്നതിന് പൈസ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. ഏതായാലും ഇൻഫന്റ് ജീസസിന്റെ അതിലെ റോഡ് ഡാമേജ് ഉണ്ടെങ്കിൽ അത് നന്നാക്കുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ മാറ്റി. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് പ്രിൻസിപ്പളിനോടാണ്. ഈ മംഗൽത്താഴം റോഡ് തകർന്നതുകൊണ്ടാണ് നമുക്ക് പൊതുജനങ്ങൾക്ക് മറ്റൊരു റോഡിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
BMBC നിലവാരത്തിലെ റോഡിൻ്റെ പണി പൂർത്തിയാക്കി എന്ന് പറഞ്ഞ ഫ്ലെക്സ് ബോർഡ് വെച്ച ഒരു റോഡ് നമ്മുടെ ഇവിടെയുണ്ട്, അമ്പലക്കുളം മരഞ്ഞാണിത്താഴൻ റോഡ്. ഇപ്പോൾ ആ റോഡിൻ്റെ ഒരു അവസ്ഥ, അതിലേക്കൂടെ നടന്നു പോകണമെങ്കിൽ വള്ളം വേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. BMBC റോഡുകൾ നമ്മൾ ഈ നാട്ടിൽ പല സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അതാണോ ഇന്നത്തെ അതിൻ്റെ അവസ്ഥ? മറ്റൊരു ചോദ്യം റോയി എബ്രഹാമിനോട്. നിലവിലെ 2 ഭരണമുന്നണികളും നിലവിലെ ഒരു നാടകമാണ്, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. BJP മുനിസിപ്പൽ ഭരണസാരഥിയിലേക്ക് വന്നാൽ അത് ഞാൻ ചോദിക്കും. അദ്ദേഹം പറഞ്ഞതേ തെറ്റിദ്ധാരണയുണ്ട്. അതായത് 1.15 കോടി രൂപയാണ് അമ്പലക്കുളം ഒരാളുടെ പറയട്ടെ 1.15 കോടി രൂപയാണ് അമ്പലക്കുളം മംഗൽത്താഴൻ റോഡിന് അനുവദിച്ചത്. ബഡ്ജറ്റ് 100 രൂപയായിരുന്നു അലോക്കേഷൻ, ടോക്കൺ അഡ്വാൻസ്. 1.15 കോടി രൂപയ്ക്ക് എൻ്റെ മുമ്പിൽ 2 കാര്യം ഉണ്ടായിരുന്നു. ഒന്നുകിൽ അത് BMBC ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്ത് സാധാ ടാറിങ് ചെയ്യാം. ഇപ്പോൾ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ BMBC ചെയ്യണ്ട എന്നും 750 മീറ്റർ ഓട നിർമ്മാണം, 7 കലുങ്കുകളുടെ പുനർനിർമ്മാണം, ഒരു കലുങ്കിന് 10 ലക്ഷം രൂപയാണ്. 7 കലുങ്കുകൾക്ക് പറയട്ടെ, ആ ഫ്ലെക്സ് കാണിച്ചു തന്നെ ഞാൻ പൊതുപ്രവർത്തനം നിർത്തിയേക്കാം. BMBC ടാറിങ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഫ്ലെക്സ് വെച്ചെന്ന് കാണിച്ചു തന്നാൽ ഞാൻ ഇവിടെ നിന്നത് ഇത്രയും പേരെ സാക്ഷി നിർത്തി റെക്കോർഡും ചെയ്യുന്നുണ്ട്. ഞാൻ പൊതുപ്രവർത്തനം നിർത്താം. ചുമ്മാ അനാവശ്യം പറയട്ടെ. ഞാൻ പൂർത്തീകരിച്ചില്ല സാറേ. 7 കലുങ്കിന് 70 ലക്ഷം രൂപ, 750 മീറ്റർ ഓടയും കഴിഞ്ഞിട്ട് 18 ലക്ഷം രൂപയാണ് ടാറിങ്ങിനുള്ളത്. അത് 3.4 മീറ്റർ ടാറിങ് ഉണ്ടായിരുന്ന റോഡ് 5 മീറ്റർ വീതിയിൽ ടാർ ചെയ്യുമ്പോൾ സാധാ ടാറിങ് 18 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കുന്നഞ്ചിറ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം, സുരഭി സണ്ണിയുടെയൊക്കെ വീടിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം, ഈ 2 ഭാഗത്തുനിന്ന് വരുന്ന വെള്ളവും കിലോമീറ്ററുകളോളം ആ റോഡിൽ കൂടി ഒഴുകിക്കൊണ്ടിരുന്നു. ഒരു മഴ പെയ്താൽ ആ വെള്ളം വലിയണമെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാലും വലിയില്ല. ഇപ്പം 2 സൈഡിലും ഓട, ആവശ്യത്തിന് കലുങ്ക്. ഈ അമ്പലവുമായി ബന്ധപ്പെട്ട ആളുകൾ അമ്പലത്തിനകത്തെ വെള്ളം ആ ഓടയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു കലുങ്ക് അഡീഷണൽ അനുവദിച്ചു. അങ്ങനെ 70 ലക്ഷം രൂപ അഡീഷണൽ വർക്കും 18 ലക്ഷം രൂപയുടെ മാത്രം ടാറിങ് വർക്ക് നടന്നെടുത്ത് BMBC ഞാൻ 18 ലക്ഷം രൂപയ്ക്ക് BMBC ചെയ്യാൻ ഞാൻ വല്ലോ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ഇപ്പോഴും നിലനിൽക്കുന്നു. ആ റോഡ് BMBC ടാർ ചെയ്തെന്ന് ഞാൻ പറഞ്ഞെന്ന് പൊതുപ്രവർത്തനം അവസാനം. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഇവിടെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്. കൂത്താട്ടത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അവരുടെ ബന്ധപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ അവരെ ആശ്രയിക്കുന്ന നമ്മുടെ പൊതുശ്മശാനത്തിൻ്റെ കാര്യത്തിൽ ചോദ്യമുണ്ടായിട്ട് ഉത്തരവുണ്ടായില്ല. ആ പൊതുശ്മശാനത്തിൽ കഴിഞ്ഞ 6 മാസമായി സംസ്കാരം നടക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതിന് പരിഹാരം ഇതുവരെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലും ഇവിടെ അവതരിപ്പിക്കാത്തതിന് സണ്ണി കുര്യാക്കോസും അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ക്രിമിറ്റോറിയത്തിൻ്റെ പ്രവർത്തനം കൃത്യമായി മോണിറ്ററിംഗ് നടത്തുകയും കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം വിടുന്ന ഘട്ടം വരെ അതിൻ്റെ പ്രവർത്തനം സുഗമമായി നടത്തിക്കൊണ്ടിരുന്നു. രണ്ടാമത് അതിൻ്റെ റിപ്പയറിങ്ങിന് വേണ്ടി പ്രൊജക്റ്റ് റിവൈസ് ചെയ്ത് പൈസ വെക്കേണ്ട അവസ്ഥ വന്നപ്പോൾ ആ പൈസ യഥാസമയത്ത് നിലവിലുള്ള ആളുകൾ ആ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ DPCക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. അതിൻ്റെ പേരിലാണ് ക്രിമിറ്റോറിയം റിപ്പയർ ചെയ്യാൻ കഴിയാതെ പോയത്. ക്രിമിറ്റോറിയം അടച്ചിട്ടിരിക്കുന്നത് അത് റിപ്പയർ ചെയ്താൽ പൈസ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ്. പൈസ നഗരസഭയിൽ ഇല്ലാത്തത് കൊണ്ടല്ല, പൈസ കൊടുക്കുന്നതിന് പ്രൊജക്റ്റ് വെക്കാത്തത് കൊണ്ടാണ്. ഇപ്പം അവസാനം ഇന്നലെ മിനിങ്ങാന്ന് കൂടിയ അടിയന്തര കമ്മിറ്റിയിൽ പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. ഈ ഇലക്ഷൻ്റെ സമയത്ത് അനുവദിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ വൈകിയ വേളയിൽ എല്ലാവരുടെയും, അതായത് നാട്ടുകാരുടെ സമ്മർദ്ദം, ഇപ്പം നിങ്ങൾ ഇപ്പം എന്നോട് ചോദ്യം ചോദിച്ച ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്ന ഹാളിലും പുറത്തും വന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. LDFന്റെ പ്രതിനിധികൾ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുക. വരുമ്പോൾ പറഞ്ഞു ഈ റൗണ്ടിൽ BJP ആണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന വികസന പ്രവർത്തനങ്ങൾ മാത്രം. കൂത്താട്ടുകുളം നഗരസഭയെ അമൃത് പദ്ധതിയുടെ 3ാമത്തെ റീച്ചിൽപ്പെടുത്തി കുത്താലത്ത് ഞാൻ പറഞ്ഞ കാലിക്കട്ട് മാരുതി ജംഗ്ഷൻ ചോരക്കുടി റോഡ് നിർമ്മിച്ച്
ടൗണിലെ ഗതാഗത തടസ്സത്തിന് പരിഹാരം ഉണ്ടാക്കും. അതുപോലെ UP സ്കൂൾ ഓണംകുന്ന് അശ്വതി ജംഗ്ഷൻ ബൈപ്പാസ് നിർമ്മിക്കും. കഴിഞ്ഞ KSCP റോഡ് വികസനത്തിൻ്റെ സമയത്ത് ചെയ്യാമായിരുന്നതും ഈ പോസ്റ്റ് ഓഫീസിൻ്റെയും പോലീസ് സ്റ്റേഷൻ്റെയും YMCയുടെയും സ്ഥലം അന്നെടുക്കാൻ കഴിയാതെ പോയത് അതെടുത്ത് അവിടെ ഈ റോഡ് ഈ ടൗൺഷിപ്പിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കും. അതുപോലെ ഈ നമ്മുടെ ESI ഡിസ്പെൻസറിയെ പറ്റി പറയുകയുണ്ടായി. ESI ഡിസ്പെൻസറിക്ക് ഞാൻ ചെയർമാനായിരുന്നപ്പോൾ നിന്ന് കിടന്ന കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ വിട്ടുകൊടുക്കണമെന്ന് നഗരസഭാ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അന്ന് UDFകാരാണ് നിന്ന് കിടന്ന കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത ആ പ്രമേയത്തെ പരാജയപ്പെടുത്തിയത്. തെളിവുള്ള കാര്യമാണ്. പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും. അടുത്തത് BJP അധികാരത്തിൽ വന്നാൽ ഇവിടെ പൂർണ്ണമായി ഒരു ബലക്ഷയം ബാധിച്ച കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കെട്ടിടം പൊളിച്ചു മാറ്റുകയും അത് ഓൾറെഡി അത് ഡിസോൾവ് ചെയ്തിരിക്കുകയാണ്. ആ കെട്ടിടം ഓട്ടോമാറ്റിക് അത് പൊളിച്ചു മാറ്റാൻ പോവുകയാണ്. പൊളിച്ചു മാറ്റി ആ സ്ഥലം ESI ഡിസ്പെൻസറി ആരംഭിക്കാത്തത് ESI ഡിസ്പെൻസറിക്ക് സ്ഥലം കൊടുക്കാത്തത് കൊണ്ടാണ്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അത് ഡിസോൾവ് ചെയ്താക്കിയിട്ട് സ്ഥലം പൊളിച്ചു മാറ്റിയാൽ ആ സ്ഥലം ഏറ്റെടുത്ത് ESI ഡിസ്പെൻസറി നിർമ്മിക്കാമെന്ന് ESI ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ നമ്മുടെ BJP ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നാൽ 6 മാസത്തിനുള്ളിൽ അത് പ്രായോഗമാക്കും. നഗരസഭാ കാര്യാലയ നിർമ്മാണം ഒരു മരീചികയായി തുടരുകയാണ്. പുത്താളം നഗരസഭയിൽ നിർദ്ദിഷ്ട സ്ഥലത്ത് കാര്യാലയം നിർമ്മിച്ച് നമ്മുടെ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ മാതൃകാപരമായ പ്രവർത്തനം ആ പ്രവർത്തനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് കുത്താളം മുനിസിപ്പാലിറ്റിയെ മാറ്റും. ഒറ്റ കാര്യങ്ങളുണ്ട്. കുത്താളം മുനിസിപ്പാലിറ്റിയുടെ പുരോഗതിക്ക് ഉതകണമെങ്കിൽ തനത് ഫണ്ടുകൾ വേണം. തനത് ഫണ്ട് ഞാൻ ചെയർമാനായിരുന്നപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്ലാൻ ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്തിരുന്നു. ഇവിടെ പ്ലാൻ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെയും KSRTC സ്റ്റാൻഡിൻ്റെ ഇടയിലുള്ള ഈ പഴയ മാർക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തും ടാക്സി സ്റ്റാൻഡിലും മനോഹരമായ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണിത് നഗരസഭയുടെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കാനാണ്. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നടപ്പിലാകുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറയുള്ളൂ. അതുപോലെ ഒന്നോടെ പറയാം. ഒരു സെക്കൻഡ്. എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവം ഞങ്ങൾ എടുക്കില്ല എന്ന് മാത്രമല്ല, ഒരു സിനിമയിൽ കുതിരവട്ടം പപ്പ് പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ ശരിയാക്കി തരാമെന്ന ഒരു മനോഭാവവും ഞങ്ങൾ എടുക്കില്ല. പിന്നെ ഇവിടുത്തെ ഈ മുനിസിപ്പാലിറ്റിയിലെ ഇവിടുത്തെ 14,000-ലധികം വരുന്ന ജനങ്ങൾക്ക്, സാധാരണക്കാരും കൃഷിക്കാരും ഒക്കെ വേണ്ട അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും ഇവിടുത്തെ വികസനം ഞങ്ങൾ കൊണ്ടുവരുന്നത്. അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായി എന്താണോ അതിനുവേണ്ടി ഞങ്ങൾ നിലനിൽക്കും. ഒരു തർക്കവും വേണ്ട. അതിനുവേണ്ടി ഞങ്ങളൊരു പ്രേരണ പത്രിക തയ്യാറാക്കുന്നുണ്ട്. അത് ആ യഥാസമയത്ത് തന്നെ, ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങൾ അത് ക്ലിയർ ചെയ്യും. അല്ലാതെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ശരിയാക്കാം, 5 മിനിറ്റ് കൂടി ശരിയാക്കാം, അങ്ങനെ ഒരിക്കലും ഞങ്ങൾ. പിന്നെ ഒന്നോടെ പറയുന്നു, ഒരു തർക്കവും വേണ്ട. അടുത്ത UDFന്റെ ഭരണം തന്നെ ആയിരിക്കുമെന്ന് അടിവരയിട്ടോടെ പറയാം. LDF അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ എനിക്കും പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ UDFന്റെ ആള് പറഞ്ഞ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവം അതിപ്പോൾ ആരാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അവർ ഉദ്ഘാടനം ചെയ്ത് എട്ടുകാലി മമ്മൂഞ്ഞായി അവർ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞ് ആരാണെന്ന് ഇപ്പോൾ കേരളത്തിലെ കൂത്താട്ടുകുളത്തെ എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇടതുപക്ഷത്തിന്റെ മുനിസിപ്പാലിറ്റി അടുത്ത ഭരണത്തിൽ അധികാരത്തിൽ വന്നാൽ ഇവിടെ നിരവധിയായ വികസന സ്വപ്നങ്ങൾ, നമ്മുടെ കായിക പ്രേമികളുടെ സ്വപ്നങ്ങളായ സ്റ്റേഡിയം, മുനിസിപ്പാലിറ്റിക്ക് പുതിയ കെട്ടിടം ഉൾപ്പെടെയുള്ള നിരവധിയായ വികസന സ്വപ്നങ്ങൾ ഇടതുപക്ഷം പൂർത്തീകരിക്കും എന്ന ഉറപ്പ് ഉണ്ട്. ഈ കഴിഞ്ഞ മുനിസിപ്പൽ ഭരണാധികാലത്ത് അവസാന നിമിഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അട്ടിമറി, പണത്തിന്റെ സാമ്പത്തികത്തിന്റെയും പിന്നിൽ നടത്തിയ അട്ടിമറിയിലൂടെ ഇടതുപക്ഷത്തെ താഴെ ഇറക്കിയത് ജനങ്ങൾ തിരിച്ചറിയും. ആ തിരിച്ചറിവിലൂടെ ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷത്തിന്റെ മുനിസിപ്പാലിറ്റിയിൽ തുടർ ഭരണം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് എനിക്കിവിടെ പറയാനുള്ളൂ. ഓക്കെ, ഒരു വനിത ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു അനുവാദം കൊടുക്കുക കേട്ടോ, എല്ലാവരുടെയും കൂടെ.
എല്ലാവർക്കും നമസ്കാരം. എനിക്കൊരു കാര്യം മാത്രം രജിച്ചേട്ടനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകൾ കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനത്തിലൂടെ താഴേക്കടയിൽ നിന്ന് വളർന്നു വന്നവരാണ്. അവരിൽ നിന്നും ഒരു 16 ലക്ഷം രൂപ അവരുടെ കൈവശത്തു നിന്നും ഈടാക്കിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ കൂത്താട്ടുകുളം നഗരസഭയിലെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഇരിക്കുന്നത്. ഇത് ന്യായമായ കാര്യമാണോ? ഒരു കുടുംബശ്രീ വനിത എന്ന നിലയിൽ എനിക്കിതിനൊരു മറുപടി കിട്ടിയാൽ വളരെ നല്ല കാര്യം. അടിപൊളി ഈ ചോദ്യം വരാനായിട്ട് തന്നെയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ഇപ്പൊ കൂകുന്നത് തിരിച്ച് നിങ്ങൾ മിണ്ടാതിരിക്കും. നിങ്ങൾ ഒരു സെക്കൻഡ്, ഈ പാവപ്പെട്ട കലാരാജുവിന്റെ വസ്തു വിറ്റത് ബാങ്കുകളുടെ കടം തീർക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ കൂടെ വന്നപ്പോഴല്ല നിങ്ങൾ ഈ ആരോപിക്കുന്ന ബാധ്യത ഉണ്ടായത്. കലാരാജു നിങ്ങളുടെ കൂടെ നിന്ന സമയത്ത് ബാങ്കിലെ കടം തീർക്കാൻ വസ്തു വിറ്റെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യത ഈ CPM ഇടപെട്ട് തീർന്നില്ല? 2015-17 കാലഘട്ടങ്ങളിൽ എടുത്ത ലോണാണ് ഞങ്ങളുടെ കലാരാജു വന്നത്. ആ കലാരാജു വന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും വേണ്ടി വന്നാൽ, അതായത് നിങ്ങളെ പറ്റിച്ചത് CPM ആണ്, നിങ്ങളെ പറ്റിച്ചത് അവരുടെ കോടിക്കണക്കിന് രൂപയുടെ വസ്തു വിറ്റെങ്കിൽ അന്നത്തെ കടം തീർക്കേണ്ട ബാധ്യത CPM-നായിരുന്നു. നിങ്ങളെ പണം കൊടുത്ത് തീർത്തല്ലേ? ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. UDF വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ? അതെ, എനിക്ക് ഒരു 2 മിനിറ്റ് തന്നെ, 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞോളാം. പറയട്ടെ, എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയട്ടെ. അത് കഴിഞ്ഞ് ആ സാമ്പത്തിക ബാധ്യത മുതലാക്കുകയല്ലേ ചെയ്തവര്? അങ്ങനെയല്ലേ അട്ടിമറി സംഘടിച്ചാൽ? UDF അധികാരത്തിൽ വന്നാൽ ഇവിടെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കും? പ്ലീസ് ഈ ചർച്ച നേരത്തെ വരേണ്ടതായിരുന്നു. ചർച്ച അവസാനിക്കാൻ നേരത്തെ നിങ്ങൾ ഇടപെടുന്നത്. ബാങ്കിലെ പ്രസിഡന്റ് ആ ബാങ്കിലെ വസ്തുവിന്റെ കടം ആ ബാങ്കിലെ ബാധ്യത തീർക്കുവാനായിട്ട് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ തീർക്കേണ്ട ഉത്തരവാദിത്തം CPM നേതൃത്വത്തിലായിരുന്നു. ഒരു ബാങ്കിലെ വ്യക്തിപരമായ കടം എന്തിനാ CPM തീർക്കണേ? പ്ലീസ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. വ്യക്തിപരമായ കടം തീർക്കേണ്ട ഒരു പാർട്ടിയുടെ ബാധ്യതയാണോ? അല്ലല്ല റൈറ്റേട്ടാ, ഒറ്റ ചോദ്യം, ഒറ്റ മിനിറ്റ്. ചേട്ടൻ ഈ പറഞ്ഞ കഥയുണ്ടല്ലോ, ഇതിന്റെ അത് ആദ്യമേ തന്നെ ചോദിക്കാനുള്ള ഒരു ഒറ്റ കാര്യം, അവരുടെ വീട്ടിലോട്ട് ബാങ്കിൽ നിന്ന് ഇപ്പോൾ ആൾക്കാർ ചെന്നു തുടങ്ങിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരുന്നു. നിങ്ങൾ പിടിച്ചോണ്ട് പോകുമ്പോഴും നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ബാങ്കിനറിയാം അവിടെ വേറെ ലോൺ കിടപ്പുണ്ടെങ്കിൽ കൊടുക്കാൻ ബാധ്യത റെജിജോൺ വരുത്തി വെക്കണ കടഞ്ഞ് തീർക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനാണോ? അതിന്റെ ഉത്തരവാദിത്വം? ഒരാൾ വരുത്തി വെക്കണ കടം തീർക്കാനുള്ള ഉത്തരവാദിത്വം അല്ല. അപ്പൊ ഞങ്ങൾക്ക് ബാധ്യത തീർക്കണേ, കുടുംബശ്രീയുടെ ബാധ്യത തീർക്കാനേ, കുടുംബശ്രീയുടെ UDF അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. ഗവൺമെന്റ് ആശുപത്രി താലൂക്ക് നിലവാരത്തിലേക്ക് ഉയർത്തും. നഗരസഭാ സ്റ്റേഡിയം പണി നിന്നിരിക്കുന്നത് പൂർത്തിയാക്കും. ഗവൺമെന്റ് ആശുപത്രിയിൽ പുതിയ IP ബിൽഡിംഗ് പണിയും. നഗരസഭാ കാര്യാലയത്തിന്റെ പണി പൂർത്തിയാക്കും. MBAയുടെ സ്ഥലത്ത് ഉന്നത വിദ്യാഭ്യാസ പഠന സൗകര്യത്തിനുള്ള പഠന വിദ്യാലയം ഉണ്ടാക്കും. ബൈപ്പാസ് റോഡും റിംഗ് റോഡും പൂർത്തീകരിക്കും. ഭൂരഹിത ഭവനരഹിതർക്ക് ഫ്ലാറ്റ് പദ്ധതി നടപ്പാക്കും. വെയർ ഹൗസിംഗിന്റെ ഗോഡൌൺ UP സ്കൂളിന്റെ അപ്പുറമുള്ള MVIP സ്ഥലത്ത് പണിയും. 2 ബസ് സ്റ്റാൻഡുകൾക്കിടയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയും. ചിൽഡ്രൻസ് പാർക്ക് നവീകരിക്കും. എല്ലാ വർഷവും മുടങ്ങാതെ ഓണോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക ഉത്സവം നടത്തും. ടൗൺ ഹാൾ നവീകരിക്കും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ചെറുകിട സംരംഭങ്ങൾ ഇൻഡസ്ട്രിയൽ പാർക്ക് പണിത് അവിടെ ആരംഭിക്കും. കുടുംബശ്രീ വഴി സംരംഭങ്ങൾ കൊണ്ടുവരും. രാമവർമ്മപുരം മാർക്കറ്റ് പഴയ നിലവാരത്തിലേക്ക് ഉയർത്തും. ഇപ്പൊ പറഞ്ഞ കൂത്താട്ടുകുളം കുത്തരിയും ഞങ്ങൾ പുറത്തിറക്കും. LDF അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന വികസന പ്രവർത്തനങ്ങൾ? LDF അധികാരത്തിൽ വന്നാൽ വരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒന്ന്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവർ കാണിച്ച മാതൃക കാണിക്കില്ല. ഒരേ വർഷം ഒരേ ചെയർമാൻ എന്നുള്ള നില ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകില്ല.
2, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയെ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള താലൂക്ക് നിലവാരത്തിലുള്ള ആശുപത്രിയാക്കി മാറ്റും. 3, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നഗരസഭാ കാര്യാലയത്തിന്റെ പണി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ ഇവര് ചെയ്യുമെന്ന് പറഞ്ഞാൽ 5 വർഷം തന്നില്ല, ഇന്ന് ഞങ്ങൾ ചെയ്തോളാം. ഞാൻ പറഞ്ഞോട്ടെ, എന്നെ പറയാൻ അനുവദിക്ക്. പ്രിൻസ് പറഞ്ഞപ്പോ ഞങ്ങൾ മിണ്ടാതിരുന്നു. ഞാൻ ഒരു അക്ഷരം മിണ്ടിയില്ല. പ്രിൻസ് എന്ത് പറഞ്ഞപ്പോഴും മിണ്ടിയില്ല. പിന്നെ എന്തിനു നിങ്ങൾ വിമർശിക്കണു? ഞാൻ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന കാര്യം 100% ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പാണ്. 1, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞു. സുസ്ഥിരമായ ഭരണ സംവിധാനമായിരിക്കും ഞങ്ങളുടേത്. ഓരോ വർഷവും ഒരേ ചെയർമാൻ ആയിരിക്കില്ല ഞങ്ങളുടേത്. 2, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയെ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള താലൂക്ക് നിലവാരത്തിലുള്ള ആശുപത്രിയാക്കി ഞങ്ങൾ മാറ്റും. 3, ഞാൻ പറയണേ, ഞാനിത് ഇദ്ദേഹത്തോട് ചോദിച്ചോ? ഞാൻ ഈ ശ്രീമാൻ പ്രിൻസ് സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ചോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് മാതൃകയാക്കിയിട്ടുള്ള സഹകരണ ആശുപത്രിയെ ഞങ്ങൾ മാതൃകയാക്കൂല. കൂത്താട്ടുകുളത്തെ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഈ പത്രമാധ്യമങ്ങളിലൂടെ കണ്ട ഒരു കൂത്താട്ടുകുളമല്ല ഞങ്ങളുടെ മനസ്സിൽ ഈ ചർച്ചയിൽ കാണാൻ കഴിഞ്ഞത്. വളരെ സൗഹാർദ്ദത്തോടെ എല്ലാവരും പോകുന്ന ഒരു നഗരസഭയാണ്. പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഇപ്പൊ തോന്നിപ്പോവാ. അടുത്ത പ്രാവശ്യം ആരധികാരത്തിൽ വന്നാലും കൂത്താട്ടുകുളത്തിന്റെ സ്വപ്നങ്ങളായ കൂത്താട്ടുകുളം കുത്തരിയും സ്വിമ്മിംഗ് പൂളും കോടതിയുമൊക്കെ നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു പഞ്ചായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.